ഓക്കെ, എല്ലാവർക്കും കാണാനും കേൾക്കാനും സാധിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞത് നഗരവൽക്കരണത്തെ കുറിച്ചുള്ള കാര്യങ്ങളായിരുന്നു നമ്മൾ പറഞ്ഞത്, അല്ലെ? അർബൻ ഗവേണൻസിനെ പറ്റിയായിരുന്നു നമ്മൾ തുടങ്ങി വെച്ചത്. അതിന്റെ ഭാഗമായിട്ട് ഈ നഗരം എന്താണ് എന്നും നഗരം രൂപാന്തരപ്പെടുന്നത് എങ്ങനെയാണെന്നും ആ കാര്യങ്ങൾ നമ്മൾ ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചായിരുന്നു, അല്ലെ? ജനങ്ങള് കൂട്ടമായിട്ട് താമസിക്കാൻ തിരഞ്ഞെടുക്കുന്ന പ്രദേശങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു. അത്തരത്തിൽ റോഡുകളുടെ ഇരുവശങ്ങളിലും അതേപോലെ വാട്ടർ ടാങ്കുകൾ, അതായത് വലിയ കുളങ്ങളുടെ സമീപ പ്രദേശങ്ങളിലും പിന്നെ നദീതീരങ്ങളിലും ജനങ്ങൾ കൂട്ടമായിട്ട് താമസിക്കുന്നതിനെ പറ്റി നമ്മൾ പറഞ്ഞു. തൊഴിൽപരമായ സാഹചര്യങ്ങളാണ് കൂടുതൽ ആൾക്കാരെയും തൊഴിൽ ചെയ്യാൻ പ്രേരിപ്പിക്കാൻ നമുക്കറിയാം. അങ്ങനെ കുടിയേറി വരാനായിട്ട് പ്രേരിപ്പിക്കുന്നത് എന്ന് നമുക്കറിയാം. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് പഴയ കാലത്ത് ജനങ്ങൾ ഇങ്ങനെ തിങ്ങി പാർത്തിരുന്നത് കൂടുതലും നദീതടങ്ങളിലായിരുന്നു എന്ന് പറഞ്ഞു. ടൈഗ്രിസും യൂഫ്രട്ടീസും നൈലും, അല്ലെ, പൊയാങ്പൊയും യാങ്സിയും ഇങ്ങനെയുള്ള ധാരാളം നദികളുടെ പേരുകളൊക്കെ നമ്മൾ പറഞ്ഞു. ഏറ്റവും ഒടുവിൽ സിന്ധു നദിയുടെ തീരത്ത് താമസിച്ചിരുന്ന ജനതയെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അങ്ങനെ അവർ ജീവിച്ചിരുന്ന ആ നഗര കാലഘട്ടത്തെ കുറിച്ചും അവർ ഡെവലപ്പ് ചെയ്തെടുത്ത ഉപകരണങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. അതെന്ന് വെച്ചാൽ ഏകദേശം എത്ര വർഷങ്ങൾക്ക് മുൻപാണ്, 4000-ഓളം വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന ജനതയ്ക്ക് പോലും നഗരഭരണം എന്ന് പറയുന്ന ഒരു സംവിധാനം അറിയാമായിരുന്നു എന്നറിയാം. ലേറ്റസ്റ്റ് ആയിട്ട് നമ്മളാണെങ്കിലും എന്താണ്, നമ്മുടെ ഒരു നഗരസഭയുടെ അനാസ്ഥ കാരണം, അല്ല, ഒരാൾ മരണപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പത്രങ്ങളിൽ കഴിഞ്ഞ ദിവസം വായിച്ചത്. ജോയി എന്ന് പറയുന്ന ഒരാൾ മരണപ്പെട്ട കാരണം മാലിന്യം എന്ന് പറയുന്നത് നീക്കം ചെയ്യുക എന്ന് പറയുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ ചുമതല തന്നെയാണ് നഗരപ്രദേശങ്ങളുള്ളത്. കൃത്യമായിട്ട് ചെയ്യുന്നതിൽ വീഴ്ച വരുത്തിയതൊക്കെ തന്നെയാണ് കാരണമെന്ന് നമുക്ക് പറയാം. അപ്പോൾ എന്താണ് ഒരു നഗരം, ഒരു നഗരത്തിന്റെ ആസൂത്രണം എങ്ങനെയാണ്, അപ്പോൾ ഒരു നഗരമായിട്ട് ഒരു പ്രദേശം ഡെവലപ്പ് ചെയ്ത് വരുന്നത് എങ്ങനെയാണ് നമ്മൾ നോക്കിയപ്പോൾ നമ്മൾ സിന്ധു നദീതട സംസ്കാരം എന്ന് പറയുന്നത് ഒരു നാഗരിക സംസ്കാരമായിരുന്നു എന്ന രീതിയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ അവിടെ നല്ല പ്ലാനിങ് ഉണ്ടായിരുന്നില്ല. ടൗൺ പ്ലാനിങ് എന്ന് പറഞ്ഞൊരു സമ്പ്രദായം ഉണ്ടായിരുന്നതായിട്ട് പറഞ്ഞു. ആളുകള് 2 ടൗണുകളിലായിട്ടാണ് ജീവിച്ചിരുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. സിറ്റാഡലും ലോവർ ടൗണിലുമായിട്ടാണ് ജീവിച്ചിരുന്നത് എന്ന് പറഞ്ഞു. അവിടെയുള്ള ആളുകള് കൃഷി ചെയ്തിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അതിന് റൈസ് ഹസ്ക് അല്ലെങ്കിൽ തവിട് കിട്ടിയ കാര്യം നമ്മൾ പറഞ്ഞു. അതേപോലെ നായകളെ, വളർത്തുമൃഗങ്ങളെ ഇണക്കി വളർത്തിയിരുന്ന ആൾക്കാരായിരുന്നു എന്ന് പറഞ്ഞു. ഒരു മനുഷ്യന്റെയും ഒരു നായയുടെയും ശവം ഒരുമിച്ച് അടക്കം ചെയ്തതായിരുന്നു നമ്മൾ അതിന് ബോധപരകമായി തെളിവായിട്ട് സൂചിപ്പിച്ചത്. അതൊക്കെ അത്രയേറെ വികാസം പ്രാപിച്ചിരുന്ന ഒരു ജനത, അല്ലെങ്കിൽ ആ ഒരു സംസ്കാരം എന്ന് പറയുന്നത് നശിച്ചു പോകുവാനിടയായ സാഹചര്യങ്ങളെ കുറിച്ചും നമ്മൾ പറഞ്ഞു. അതുണ്ടായിരുന്ന പ്രദേശം എന്ന് പറയുന്നത് സിന്ധു നദീ തടം അല്ലെങ്കിൽ സിന്ധു നദിയുടെ തീരങ്ങളിലായിരുന്നു എന്നും നമ്മൾ പറഞ്ഞു. അതിനെയാണ് നമ്മൾ സപ്തസിന്ധുവാന പ്രദേശം എന്ന് പറഞ്ഞിരുന്നത്. അതായിരുന്നു പൗരാണിക നഗരം എന്ന പേരിൽ, പൗരാണിക നഗര ഭരണം എന്ന പേരിൽ, പൗരാണിക നഗര ആസൂത്രണം എന്ന രീതിയിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന ആ ഒരു അർബൻ ഗവേണൻസ് എന്ന് പറയുന്നത്. അതിനുശേഷം പിന്നീട് ഈ നഗരങ്ങൾ എന്ന് പറയുന്നത് കുറെ കാലത്തേക്ക് ഉണ്ടായിരുന്നില്ല. ആര്യന്മാരൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ആര്യന്മാരുടെ വേദം എന്ന് പറയുന്ന ആ കാലം, വേദകാലം എന്ന് പറയുന്ന കാലഘട്ടം, അതോടൊപ്പം തന്നെ വേദകാലഘട്ടത്തിന് ശേഷം വന്ന വേദകാലഘട്ടത്തിൽ ഒരു വേദം മാത്രമേ ഉടലെടുത്തുള്ളൂ എന്നാണ് പറയുന്നത്. അത് ഋഗ്വേദമാണ്. എന്നാൽ അതിന് ശേഷം വന്ന വേദങ്ങളുണ്ട്. അതാണ് പിൽക്കാല വേദം അല്ലെങ്കിൽ ലേറ്റർ വേദിക് എന്ന് നമ്മൾ പറയുന്ന യജുർവേദമുണ്ട്, സാമവേദമുണ്ട്, അഥർവവേദമുണ്ട്. ഇങ്ങനെ ബ്രാഹ്മണങ്ങളും, അല്ലെ, അരണ്യകങ്ങളും ഉപനിഷത്തുക്കളും ഒക്കെ ഈ ഒരു കാലഘട്ടത്തിലാണ് എഴുതപ്പെട്ടത്. അതിനുശേഷമാണ് വീണ്ടും ഒരു നഗരവൽക്കരണം വരുന്നത്. അതായത് അതിക്രമിച്ച് ഇവിടെ എത്തിയ ആര്യന്മാരെന്ന് പറയുന്ന വിഭാഗം 1000 വർഷത്തോളം വലിയ നാഗരിക സംസ്കാരത്തിലൊന്നും അവർ പോയിരുന്നില്ല. അതിനുശേഷമാണ് പിന്നീട് ഒരു നഗര സംവിധാനം ഇവിടെ രൂപപ്പെട്ടു വരുന്നത്. അതായത് അന്ന് ഇവിടെ ഉണ്ടായിരുന്ന ചില പ്രദേശങ്ങൾ ഭരിക്കുവാനായിട്ട് നാടെന്നും നാട്ടാരെന്നും നാട്ടുകൂട്ടമെന്നും ഒക്കെ പറയുന്ന ചില രീതിയിലുള്ള കൂട്ടായ്മകൾ വന്നു. അത്തരത്തിലുള്ള കൂട്ടായ്മകൾ പതുക്കെ പതുക്കെ ഒരു ദേശമായിട്ട് വരികയാണ്. ആ ദേശത്തിന്റെ അധിപതിയായിട്ട് രാജ എന്ന് പറയുന്ന ഒരാൾ വരുന്നു. ആ രാജായുടെ കീഴിൽ കുറേയേറെ പ്രദേശങ്ങൾ കൂട്ടിച്ചേർക്കപ്പെട്ട് ഒരു വലിയ ഒരു പ്രദേശമായിട്ട് മാറ്റപ്പെടുകയാണ്. അങ്ങനെ പതുക്കെ പതുക്കെ വികാസം പ്രാപിച്ചു വന്ന ഈ പ്രദേശങ്ങളെ നമ്മൾ വിളിച്ചിരുന്നത് ജനപദങ്ങളെന്നാണ്. ജനപദങ്ങൾ, അതായത് നമ്മൾ സെക്കൻഡ് അർബനൈസേഷനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. സെക്കൻഡ് അർബനൈസേഷനിൽ
നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് കാര്യം ജനപദങ്ങൾ എന്ന് പറയുന്ന സംവിധാനങ്ങൾ വരികയാണ്. ജനപദങ്ങൾ അല്ലെ, ജനപദങ്ങൾ. ജനപദങ്ങൾ എന്ന് പറയുന്ന ഈധായല്ല, ഈധായാണ് കേട്ടോ. ജനപദങ്ങൾ രൂപപ്പെടുകയാണ്. അപ്പൊ ജനപദം എന്ന് വെച്ചാൽ എന്താണ്? ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശം, അതാണ് ജനപദം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. അപ്പൊ ജനങ്ങൾ തിങ്ങിപ്പാർക്കുകയാണ് അവിടെ. ആ ജനങ്ങൾ തിങ്ങിപ്പാർക്കാനുണ്ടായ സാഹചര്യം എന്ത് എന്ന് ചോദിച്ചാല്, ജനങ്ങൾക്ക് കഴിയാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും അവിടെ ലഭിക്കുന്നു. അവർക്ക് സംരക്ഷണം ലഭിക്കുന്നു, അല്ലെ, സെക്യൂരിറ്റി ലഭിക്കുന്നു, അവർക്ക് ഫുഡ് ലഭിക്കുന്നു, ഷെൽട്ടർ ലഭിക്കുന്നു, ക്ലോത്ത് ലഭിക്കുന്നു, പ്രൊട്ടക്ഷൻ ലഭിക്കുന്നു. അപ്പൊ നമുക്കറിയാം അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ എന്താണ് നമുക്കറിയാം. നമ്മൾ അതിന് പറയുന്ന പേരെന്താണ്? ആഹാരം എന്ന് പറയും, വസ്ത്രം എന്ന് പറയും, പാർപ്പിടം എന്ന് പറയും. ഏറ്റവും ഒടുവിൽ നമുക്ക് വേണ്ടുന്നത് അത് ഇതുകൂടി ഉണ്ടെങ്കിൽ പൂർണ്ണമാവുകയുള്ളൂ, അല്ലെ? സുരക്ഷ, പിന്നെയോ സ്വാതന്ത്ര്യം. ഇത്രയും കാര്യങ്ങളാണ് വേണ്ടുന്നത്. അപ്പൊ ജനങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങൾ ലഭിക്കുന്ന തരത്തിൽ ഒരു സംവിധാനം ഉണ്ടായി വന്നപ്പോഴാണ് അത് നമ്മൾ ജനപദങ്ങൾ എന്ന് വിളിച്ചത്. ആഹാരത്തിനും വസ്ത്രത്തിനും പാർപ്പിടത്തിനും പുറമെ അവിടെ ജീവിക്കുന്ന ജനങ്ങൾക്ക് സുരക്ഷ എന്ന് പറയുന്നത് ലഭിച്ചു തുടങ്ങി. ആ സുരക്ഷ മാത്രമല്ല, അവർക്ക് സ്വാതന്ത്ര്യവും ലഭിച്ചു തുടങ്ങി. അങ്ങനെ ആ സ്വാതന്ത്ര്യത്തിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്തു? അവരുടെ വളർച്ച എവിടെയുണ്ടായി? ആ വളർച്ച എന്ന് പറയുന്നത് അവസാനം എന്താണ്? മറ്റ് പല പ്രദേശങ്ങളെയും അവരുടെ കാൽച്ചുവട്ടിലേക്ക് കൊണ്ടുവരുന്ന രീതിയിലേക്ക് വന്നു. അങ്ങനെ ചുറ്റുപാടുമുള്ള ജനപദങ്ങളെയെല്ലാം, അതിൽ ശക്തരായ ജനപദങ്ങൾ വിഴുങ്ങി 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 ഒരു ജനപദം എന്ന് പറയുന്നത് ഒന്നിലധികം ജനപദങ്ങളുടെ കൂട്ടായ്മയായിട്ട് മാറിക്കഴിഞ്ഞപ്പോൾ അതറിയപ്പെട്ട പേരാണ് മഹാജനപദ എന്ന പേരിൽ അറിയപ്പെട്ടത്. മഹാജനപദം. ഈ മഹാജനപദങ്ങളുടെ കാലത്താണ് നമ്മളുടെ അറിയപ്പെടുന്ന മത സ്ഥാപകന്മാരായിട്ടുള്ള ഗൗതമ ബുദ്ധൻ, അതേപോലെ വർദ്ധമാന മഹാവീരൻ, ഗൗതമ ബുദ്ധനും വർദ്ധമാന മഹാവീരനും ഒക്കെ ജനിച്ചു വളർന്ന, അവരുടെ വചനങ്ങള് ജനങ്ങളിലേക്ക് എത്തപ്പെട്ടത്, അല്ലെങ്കിൽ അവരുടെ പ്രഭാഷണങ്ങൾ ജനങ്ങൾ സ്വീകരിച്ചുകൊണ്ടൊരു പുതിയ വിശ്വാസ ക്രമത്തിലേക്കൊക്കെ വന്നത് മഹാജനപദങ്ങളുടെ കാലഘട്ടമാണ്. അപ്പോൾ ഈ മഹാജനപദങ്ങളുടെ കാലഘട്ടമാണ് രണ്ടാം നഗരവൽക്കരണത്തിനെ നമ്മുടെ ഭാരതഭൂമിയിൽ തുടക്കം കുറിച്ചത്. അതുകൊണ്ട് ഈ ഒരു കാലഘട്ടത്തെ നമ്മൾ BC 600 തൊട്ട് 300 വരെയുള്ള ഒരു കാലഘട്ടം കേട്ടോ. BC 600 തൊട്ട് BC 300 വരെയുള്ള ഒരു കാലഘട്ടമാണ് രണ്ടാം നഗരവൽക്കരണം എന്ന് പേരിട്ടുകൊണ്ട് നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ എന്താണ് ഈ നഗരവൽക്കരണം എന്ന് നമുക്കറിയാം. നമ്മുടെ നാട്ടിൽ സിന്ധു നദീതട സംസ്കാരം പോലൊരു നാഗരിക സംസ്കാരം ഉണ്ടായിരുന്നു എന്നറിയാം. എല്ലാ കാര്യങ്ങളിലും സ്വയം പര്യാപ്തത നേടിയ ജനതയായിരുന്നു എന്നറിയാം. അവർക്ക് ആഹാരവും വസ്ത്രവും പാർപ്പിടവും സുരക്ഷയും സ്വാതന്ത്ര്യവും ഉണ്ടായിരുന്നു എന്നറിയാം. അതെല്ലാം എങ്ങനെയോ നഷ്ടപ്പെട്ടു. അത് പറയപ്പെടുന്നത് ആര്യന്മാരുടെ ആക്രമണം കൊണ്ട് നഷ്ടപ്പെട്ടു എന്ന് പറയപ്പെടുന്നുണ്ട്. സിന്ധു നദി ഗതിമാറി ഒഴുകിയത് കൊണ്ട് വെള്ളപ്പൊക്കം സൃഷ്ടിക്കപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. അതേപോലെ കൊടും വരൾച്ച അനുഭവപ്പെട്ടത് കൊണ്ടാണെന്നും മണ്ണിടിച്ചിലുണ്ടായത് കൊണ്ടാണെന്നും പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായത് കൊണ്ടാണെന്നും പറയപ്പെടുന്നുണ്ട് സിന്ധു നാഗരിക സംസ്കാരത്തിന്റെ തകർച്ചയെ കുറിച്ച്. അതിന്റെ കാരണം എന്തു തന്നെയായിരുന്നാലും അതിനുശേഷം ഇവിടെ ഉണ്ടായിരുന്ന കാലഘട്ടമാണ് ആര്യന്മാരുടെ കാലഘട്ടം, വേദകാലഘട്ടവും പിൽക്കാല വേദകാലഘട്ടവും. ആ പിൽക്കാല വേദ കാലഘട്ടത്തിലാണ് വീണ്ടും ഒരു നാഗരികതയുടെ തിരിശേഷിപ്പുകൾ ഉയർന്നു വന്നത്. അതിന് കാരണമായത് ഒരു പുതിയ കണ്ടുപിടുത്തമായിരുന്നു. പുതിയ കണ്ടുപിടുത്തങ്ങൾ വരുന്തോറുമാണല്ലോ നമ്മൾ പരിഷ്കൃതരായി മാറുന്നത്. പഴയകാലത്ത് റേഡിയോ മാത്രം ഉണ്ടായിരുന്നു. അതിനുശേഷം ടെലിവിഷൻ കണ്ടുപിടിക്കപ്പെട്ടപ്പോൾ നമ്മൾ ഒരു ചുവട് മുന്നോട്ട് വെച്ചു. ആ ടെലിവിഷന് ശേഷം എന്തായി? നമ്മൾ കമ്പ്യൂട്ടർ, ഇന്റർനെറ്റ് ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ എന്തായി? നമ്മൾ ഒരു ചുവട് കൂടി മുന്നോട്ട് വെച്ചു. അതിനുശേഷം നമ്മൾ മൊബൈൽ ഫോണുകളിലേക്ക് കടന്നപ്പോൾ വീണ്ടും ഒരു ചുവട് കൂടി മുന്നോട്ട് വയ്ക്കുകയാണ്. അപ്പൊ അങ്ങനെ ഓരോ ചുവടുകളും മുന്നോട്ട് വയ്ക്കുന്നതും പുരോഗതിയുടെ സൂചനയായിട്ട് കണക്കാക്കേണ്ടത്. അങ്ങനെയാണ് ഈ ഒരു കാലഘട്ടത്തിൽ BC 600-നും 300-നും ഇടയിലുള്ള കാലഘട്ടത്തിൽ ഒരു പുതിയ കണ്ടുപിടുത്തം ഉണ്ടാകുന്നത്. ആ കണ്ടുപിടുത്തമായിരുന്നു ഇരുമ്പ് എന്ന് പറയുന്നത്. ആര്യന്മാരുടെ വരവോടുകൂടിയാണ് ഇവിടെ ഇരുമ്പ് എന്നത് കണ്ടുപിടിക്കപ്പെട്ടു തുടങ്ങിയത്. അപ്പോൾ ഇരുമ്പ് മൈൻ ചെയ്തെടുത്ത്, അല്ലെങ്കിൽ കുഴിച്ചെടുത്ത്, അല്ലെങ്കിൽ ഖനനം ചെയ്തെടുത്ത് അത് ഇരുമ്പ് എന്ന രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ആയുധങ്ങൾ എന്ന രീതിയിൽ ഉപയോഗിക്കപ്പെട്ടു കഴിഞ്ഞപ്പോൾ എന്തായി? കൂടുതൽ മെച്ചപ്പെട്ട വിളവുകൾ ലഭിച്ചു തുടങ്ങി. അതായത് തരിശായി കിടക്കുന്ന പ്രദേശങ്ങൾ കൊത്തിയിളക്കി എടുക്കുവാനായിട്ട് ഇരുമ്പിന്റെ ആയുധങ്ങൾ, അതേപോലെ തന്നെ കാട് വെട്ടിത്തെളിച്ച് കൃഷി ചെയ്യുവാനായിട്ട് ഇരുമ്പിന്റെ ആയുധങ്ങൾ, അതേപോലെ എതിർത്തു വരുന്ന മൃഗങ്ങളെയും ശത്രുക്കളെയും എല്ലാം
വെട്ടിമുറിച്ച് പരാജയപ്പെടുത്തുവാനായിട്ട് ഇരുമ്പിന്റെ ആയുധങ്ങൾ. അങ്ങനെ ഇരുമ്പിന്റെ ആയുധങ്ങൾ ഉപയോഗിക്കപ്പെട്ടതോടെ എന്തായി? കുറച്ചുകൂടി പുരോഗതി ഇവർക്ക് കൈവരികയാണ്, ഇവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുകയാണ്. ആ ജീവിത നിലവാരം മെച്ചപ്പെട്ടതിന്റെ ഭാഗമായിട്ട് ഇവർ കൂടുതൽ പ്രദേശങ്ങളിലേക്ക്, പ്രത്യേകിച്ച് നദീതടങ്ങളിലുള്ള പ്രദേശങ്ങളിലേക്ക് ഇവർ താമസിക്കാൻ ചെല്ലുകയാണ്. കൂടുതൽ ആളുകൾ കൂട്ടത്തോടു കൂടി അവിടെ വരികയാണ്. അങ്ങനെ വീണ്ടും എന്താണ്? ജനസംഖ്യ കൂടുന്തോറും ഒരു നഗരവൽക്കരണം അല്ലെങ്കിൽ ഒരു പാർപ്പിട സമുച്ചയം അവിടെ രൂപം കൊള്ളുകയാണ്. ഈ പാർപ്പിട സമുച്ചയങ്ങൾ ഭരിക്കുവാനായിട്ട് പുതിയ ഭരണാധികാരികൾ വരുമ്പോഴോടെ മഹാജനപദങ്ങൾ അല്ലെങ്കിൽ ജനപദങ്ങൾ രൂപപ്പെടുകയാണ്. അടുത്തടുത്തുള്ള ജനപദങ്ങൾ തമ്മിൽ തർക്കമുണ്ടാകുമ്പോൾ രണ്ട് ജനപദങ്ങളും തമ്മിൽ യുദ്ധമുണ്ടാകുന്നു. ആ യുദ്ധത്തിനിടയിൽ ഒരു ജനപദം മറ്റൊരു ജനപദത്തിന്റെ മേൽ വിജയം നേടുന്നു. അങ്ങനെ ആ രണ്ട് ജനപദവും ഒരു ഭരണാധികാരിയുടെ കീഴിലാവുന്നു. ആ ജനപദം വീണ്ടും മറ്റൊരു ജനപദവുമായിട്ട് യുദ്ധത്തിൽ ഏർപ്പെടുമ്പോൾ എന്തായി? ഏതെങ്കിലും ഒന്ന് കീഴ്പ്പെട്ടേ മതിയാവുകയുള്ളൂ. അങ്ങനെ ജനപദങ്ങൾ പരസ്പരം യുദ്ധം ചെയ്ത് ലയിച്ചു ചേർന്ന് വലിയൊരു പ്രദേശമായിട്ട് മാറി. അങ്ങനെ BC 600-നും 300-നും ഇടയിലുള്ള കാലഘട്ടത്തിൽ നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ജനപദങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 16 ജനപദങ്ങളായിരുന്നു. 16 മഹാജനപദ 16 മഹാജനപദങ്ങൾ ഉണ്ടായിരുന്നു. ഈ 16 മഹാജനപദങ്ങളിലായിട്ട് എന്ന് പറയുമ്പോൾ എന്താണ്? 16 നഗരങ്ങൾ രൂപം കൊണ്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ ആധുനിക കാലത്ത് നമ്മൾ എല്ലാ നഗരങ്ങളും മെട്രോപൊളിറ്റൻ സിറ്റികൾ എന്നൊക്കെ പേരിൽ പഠിക്കുമ്പോൾ പൗരാണിക കാലത്ത് നമുക്ക് എടുത്തു പറയാനുണ്ടായിരുന്ന ഒരേ ഒരു നഗരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഇൻഡസ് വാലി സിവിലൈസേഷന്റെ കാലത്ത് കണ്ട ചില നഗരങ്ങളാണ്. അതിനുശേഷം സെക്കൻഡ് അർബനൈസേഷൻ ഉണ്ടായി. ആ അർബനൈസേഷൻ നശിച്ചുപോയി. സെക്കൻഡ് അർബനൈസേഷൻ ഉണ്ടായത് മഹാജനപദങ്ങളുടെ കാലത്താണ്. മഹാജനപദങ്ങളുടെ കാലഘട്ടം എന്ന് പറയുന്നത് 600 തൊട്ട് 300 വരെയുള്ള BC കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എന്താണ്? ബൗദ്ധികമായ ഒരു വളർച്ചയുണ്ടായ കാലഘട്ടമാണ്. അതുകൊണ്ടാണല്ലോ നമുക്ക് പുതിയ രണ്ട് മതങ്ങളെ കിട്ടിയത്. മതത്തെയും ജൈനമതത്തെയും ഗൗതമ ബുദ്ധനും വർദ്ധമാന മഹാവീരനും മുന്നോട്ട് വെച്ചു. അവരുടെ ആശയങ്ങൾ പ്രചരിപ്പിച്ചു. അങ്ങനെ രണ്ട് പുതിയ മത ആശയങ്ങൾ വരികയാണ്. അപ്പൊ വിദ്യാഭ്യാസപരമായിട്ട് പുരോഗതി ഉണ്ടായി, അല്ലെ? സാംസ്കാരികപരമായിട്ട് പുരോഗതി ഉണ്ടായി, കാർഷിക മേഖലയിൽ പുരോഗതി ഉണ്ടായി, ഭരണം എന്ന് പറയുന്നത് മെച്ചപ്പെട്ടു, രാജ്യം എന്ന് പറയുന്നത് വിസ്തൃതമാകണമെന്നുള്ള ആഗ്രഹമുണ്ടായി. അങ്ങനെ ഇരുമ്പ് കൈവശമുള്ള രാജാക്കന്മാർ തമ്മിൽ യുദ്ധത്തിനൊടുവിലെ പ്രദേശങ്ങൾ കൂട്ടിച്ചേർക്കപ്പെട്ടു. അങ്ങനെ ഉണ്ടായതാണ് ഈ മഹാജനപദങ്ങൾ എന്ന് പറയുന്നത്. ഈ മഹാജനപദമാണ് ആധുനിക കാലത്തെ നഗരങ്ങളുടെ എന്താണ് നമ്മളിപ്പോൾ പറയുന്ന ആ രീതി. നമ്മളിപ്പോൾ നോക്കാൻ നേരത്ത് കാശി എന്ന് പറയുന്ന പ്രദേശം, അല്ലെ, കോസലം എന്ന് പറയുന്ന പ്രദേശം, കാംബോജം എന്ന് പറയുന്ന പ്രദേശം, ഗാന്ധാരം എന്ന് പറയുന്ന പ്രദേശം, ഹസ്തിനപുരം എന്ന് പറഞ്ഞ ആ കുരുക്കളുടെ പ്രദേശം, മത്സ്യരാജ്യം, അല്ലെ, മഗധ രാജ്യം, ചേതി രാജ്യം, അവന്തി രാജ്യം, അതുപോലെ തന്നെ ശൂരസേന രാജ്യം, അല്ലെ, അംഗരാജ്യം, ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്, അല്ലെ. കൗസംബി എന്ന് പറഞ്ഞ രാജ്യം, അല്ലെ, അശ്മകം എന്ന് പറയുന്ന രാജ്യം, ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അപ്പൊ ഇത്തരത്തിൽ നമ്മൾ കേട്ടിട്ടുള്ള, നമ്മൾ ഏതെങ്കിലുമൊക്കെ കാലഘട്ടങ്ങളിൽ എവിടെയെങ്കിലുമൊക്കെ വായിച്ചിട്ടുള്ള അതിപൗരാണിക നഗരങ്ങളായിരുന്നു ഈ മഹാജനപദങ്ങളുടെ കാലഘട്ടത്തിൽ രൂപപ്പെട്ടു വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഈ നഗരങ്ങൾ രൂപപ്പെട്ടു വരുന്നതിന് പ്രധാനമായിട്ട് കാരണമായത് നമ്മൾ പറയുന്ന ഇരുമ്പിന്റെ കണ്ടെത്തലാണ്. ഇരുമ്പ് കണ്ടെത്തി കഴിഞ്ഞപ്പോൾ എന്തായി? അവർക്ക് കൂടുതലായിട്ട് ആയുധങ്ങൾ സൃഷ്ടിക്കാനായിട്ട് സാധിച്ചു. ആയുധങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് പ്രദേശങ്ങൾ വെട്ടിപ്പിടിക്കാൻ സാധിച്ചു. വെട്ടിപ്പിടിച്ച പ്രദേശങ്ങളിൽ കൃഷി ഇറക്കാൻ സാധിച്ചു. കൃഷി ഇറക്കി കഴിഞ്ഞപ്പോൾ എന്താണ്? അത് കച്ചവടം ചെയ്യണം. കച്ചവടം ചെയ്യുവാനായിട്ട് ഇവർക്ക് യാത്രാ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തണം. യാത്രാ സൗകര്യങ്ങൾക്കായിട്ട് ഇവർ എന്ത് ചെയ്തു? നദീതടങ്ങളിൽ താമസമുറപ്പിക്കുകയാണ്. നദീതടങ്ങളിൽ താമസമുറപ്പിക്കുമ്പോഴും ഈ നദീതടങ്ങൾ വഴി സാധനങ്ങൾ കൊണ്ടുപോകുമ്പോഴും നദീതടങ്ങൾ കച്ചവട കേന്ദ്രങ്ങളായിട്ട് ഉയർന്നു വരികയാണ് ഉണ്ടായത്. അങ്ങനെ നദീതടങ്ങൾ എന്ന് പറയുന്നത് കച്ചവട കേന്ദ്രങ്ങളായിട്ട് ഉയർന്നു വരുന്നു. അതിന്റെ പരിണത ഫലമായിട്ടാണ് നമുക്ക് പറയാൻ പറ്റുക പൗരാണിക ഈ പറയുന്ന വ്യാപാര വാണിജ്യ കേന്ദ്രങ്ങളൊക്കെ ആയിട്ട് നമ്മൾ പറയുന്നതാണ്. ഈ പറയുന്ന ബനാറസ് എന്നൊക്കെ പറയുന്ന പ്രദേശമില്ല, വാരണാസി എന്നൊക്കെ പറയുന്നത്, അത് വാണിജ്യ കേന്ദ്രങ്ങളൊക്കെ ആയിട്ട് വന്നു. അതേപോലെ ചില പ്രദേശങ്ങളിൽ എന്താണ്? ആത്മീയ കേന്ദ്രങ്ങളും ഉടലെടുത്തു വരികയാണ്. അതായത് വിവിധ മതത്തിൽപ്പെട്ട ആളുകൾ അവരുടെ ആത്മീയ കാര്യങ്ങൾ പ്രഭാഷണം നടത്തുന്നതിനൊക്കെ ആയിട്ട് ഒരു സ്ഥലം രൂപീകരിച്ചു കൊണ്ടുവരികയാണ്. അത് നമ്മൾ ആത്മീയ സ്ഥലങ്ങൾ എന്ന പേരിൽ പറയപ്പെട്ടു. അങ്ങനെ പൗരാണിക കാലത്ത് ആത്മീയ നഗരങ്ങളെന്നും വാണിജ്യ നഗരങ്ങളെന്നും തലസ്ഥാന നഗരങ്ങളെന്നും പറഞ്ഞുകൊണ്ട് നഗരങ്ങൾ രൂപീകരിക്കപ്പെട്ടു. തലസ്ഥാന നഗരം നമുക്കറിയാം, ഏതെങ്കിലും ഒരു രാജ്യം ആ രാജ്യത്തെ ഭരണ സംവിധാനങ്ങളെല്ലാം നടത്തുന്നതിന് വേണ്ടിയിട്ട് രാജാവ് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട മന്ത്രിമാര് താമസിക്കുന്നതിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കുന്ന നഗരമാണ് നഗര ഭരണ കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ തലസ്ഥാന നഗരങ്ങൾ എന്ന പേരിലൊക്കെ അറിയപ്പെട്ടത്. അങ്ങനെ പല പ്രദേശങ്ങളും എന്തായി? അവിടെ നഗരമായിട്ട് വരികയാണ്. ഇപ്പൊ നമ്മൾ നോക്കിയാൽ ഈ ഹസ്തിനപുരം എന്ന് പറയുന്ന ഒരു രാജ്യമുണ്ട്, അല്ലെങ്കിൽ എന്തായിരിക്കാം ആ ഹസ്തിനപുരം, അവരെന്താണ് പതുക്കെ മഗധയിലേക്ക് അവരുടെ തലസ്ഥാനം മാറ്റും. അതല്ലെങ്കിൽ ശൂരസേന രാജ്യമുണ്ട്, അവരെന്ത് ചെയ്യുന്നു? അവരടുത്ത സ്ഥലത്തേക്ക് തലസ്ഥാനം മാറ്റും. മത്സ്യരാജ്യമുണ്ട്, അവർ വിരാട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് അവരുടെ തലസ്ഥാനം മാറ്റും. അങ്ങനെ ഓരോരോ പ്രദേശം അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുക എന്ന് വെച്ചാൽ എന്താണ്? ശത്രുക്കളിൽ നിന്ന് ആക്രമണം ഉണ്ടാകാത്ത പ്രദേശം, പെട്ടെന്ന് ആക്രമണം ഉണ്ടാകാത്ത പ്രദേശം. അതായത് ഇപ്പൊ ഒരു മലയോട് ചേർന്നുകൊണ്ട്, അതല്ലെങ്കിൽ ഒരു വശത്ത് നദിയോട് ചേർന്നുകൊണ്ട്. അപ്പൊ നദിയാണെന്നുണ്ടെങ്കിൽ നദി വഴി ശത്രു വന്നാൽ പെട്ടെന്ന് അറിയാൻ പറ്റും, മല വഴി ശത്രു വന്നാലും അറിയാൻ പറ്റും. അങ്ങനെ ഒരു മലയ്ക്കും നദിക്കുമൊക്കെ ഇടയിലുള്ള
അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പ്രദേശങ്ങളൊക്കെ കണ്ടെത്തി എന്ത് ചെയ്തു? ജനങ്ങൾ കൂട്ടത്തോടുകൂടി അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കുന്ന രീതിയിലുള്ള കോട്ടകളൊക്കെ കെട്ടിയിട്ട് താമസം ആരംഭിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് രണ്ടാമത്തെ ഒരു നഗരവൽക്കരണം ഉണ്ടായത്. ഈ രണ്ടാമത്തെ നഗരവൽക്കരണ കാലഘട്ടത്തിൽ ഉള്ള നഗരങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞ നഗരങ്ങൾ എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യയിൽ ഒരുപാട് നഗരങ്ങളുണ്ട്. ഈ നഗരങ്ങളൊക്കെ നമുക്ക് മൊത്തത്തിൽ 3 രീതിയിലാണ് തരംതിരിക്കാനായിട്ട് സാധിക്കുന്നത്. മൊത്തത്തിൽ നമ്മൾ 3 രീതിയിൽ തരംതിരിക്കുമ്പോൾ ഒന്നാമത്തേത് പൗരാണിക നഗരങ്ങൾ എന്ന് പറയുന്നു. ആ പൗരാണിക നഗരങ്ങളുടെ പ്രത്യേകത എന്താ വെച്ചാൽ അത് ഏകദേശം ഒരു 2000 വർഷങ്ങൾക്ക് മുൻപ് രൂപീകരിക്കപ്പെട്ടതായിരിക്കണം എന്നുള്ളതാണ് നിബന്ധന. നമ്മളെ ക്ലാസിക്കൽ ലാംഗ്വേജിന്റെ ഒക്കെ പദവി കേട്ടിട്ടില്ല. 1500 2000 വർഷങ്ങൾക്ക് മുൻപ് നിലനിന്നിരുന്ന ഭാഷ, അതാണ് നമ്മൾ ക്ലാസിക്കൽ ലാംഗ്വേജ് എന്ന പേരിൽ പെടുത്തുന്നത്. അതേപോലെ ഇതിനെ പൗരാണിക നഗരങ്ങൾ എന്ന് വിളിക്കുമ്പോൾ ക്ലാസിക്കൽ സിറ്റീസ് എന്ന് വിളിക്കണമെന്നുണ്ടെങ്കിൽ അത് 2000 വർഷങ്ങൾക്ക് മുൻപ് നിലനിന്നുള്ളതായിരിക്കണം എന്ന് പറയും. അതായത് നമ്മളിപ്പോ ഒരു പുതിയ സിനിമ കൽക്കി എന്ന് പറഞ്ഞൊരു പുതിയ സിനിമ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ സിനിമ കാണിക്കുമ്പോൾ തന്നെ നമ്മൾ വണ്ടി വരുന്നതാണ്, കാശിയിലേക്കാണ് വണ്ടി വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ. കാശി മാത്രമാണ് ലോകത്തിൽ അവശേഷിക്കുന്ന എന്താണ് മനുഷ്യന്മാർ കൂട്ടത്തോട് താമസിക്കുന്ന പ്രദേശങ്ങളിൽ ഏറ്റവും അവസാനത്തെ തുരുത്ത്. അതുകൊണ്ട് അങ്ങോട്ടേക്ക് മാത്രമാണ് ഈ ഓക്സിജൻ തേടി ആൾക്കാർ വരുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിലാണ് ആ സിനിമയിലേക്കുള്ള വരവെന്ന് പറയുന്നത്. കാശി എന്ന് പറയുന്നത് അത്രയേറെ പൗരാണികമായ ഒരു നഗരമാണ്. 2898 AD കാര്യം പറയുമ്പോഴും കാശിയാണ് കാണിക്കുന്നത്. അപ്പൊ കാശി എന്ന് പറഞ്ഞ നഗരം അത്രയ്ക്ക് പ്രധാനപ്പെട്ട നഗരമാണ്. അപ്പൊ പൗരാണിക നഗരങ്ങൾ എന്ന് പറയാൻ നേരത്ത് 2000-ഓളം വർഷം പഴക്കമുള്ളതും അതേപോലെ ആ പൗരാണിക കാലത്ത് നിലനിന്നുള്ളതുമായിട്ടുള്ള ആ തിരുശേഷിപ്പുകളൊക്കെയുള്ള നഗരങ്ങളെയാണ് നമ്മൾ പറയുന്ന പൗരാണിക നഗരങ്ങൾ എന്ന് വിളിക്കുന്നത്. പിന്നീട് വരുന്ന നഗരങ്ങൾ നമ്മൾ വിശേഷിപ്പിക്കുന്നത് മധ്യകാല നഗരങ്ങൾ എന്ന് പറഞ്ഞ് വിശേഷിപ്പിക്കുന്ന മധ്യകാല നഗരങ്ങൾ. ഈ മധ്യകാല നഗരങ്ങളുടെ പ്രത്യേകത എന്തെന്ന് വെച്ചാല് ഈ മധ്യകാല നഗരങ്ങൾ എന്ന് വെച്ചാൽ ഏകദേശം ഒരു 1000 വർഷങ്ങൾക്ക് മുൻപ് രൂപീകരിക്കപ്പെട്ടിട്ടുള്ളതായിരിക്കും മധ്യകാല നഗരങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ നോക്കിയാൽ ലക്നൗ എന്ന് പറഞ്ഞ ആ ഒരു പ്രദേശങ്ങൾ അല്ല, ഒരു 1000-നും അല്ലെങ്കിൽ ഒരു 700-നും അല്ലെങ്കിൽ 500 വർഷങ്ങൾക്ക് മുൻപ് രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത്. അതായിരിക്കും കുറച്ചുകൂടി ശരിയായിട്ടുള്ള കാര്യം. 500 വർഷങ്ങൾക്ക് മുൻപ് രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത്. അതായത് നമ്മുടെ ഈ മുഗൾസും അതേപോലെ തന്നെ ഡൽഹി സുൽത്താൻമാരും എല്ലാം ഇന്ത്യ ഭരിക്കുന്ന കാലയളവിൽ രൂപീകരിക്കപ്പെട്ടിട്ടുള്ളതാണ് ഏകദേശം മധ്യകാല നഗരങ്ങൾ എന്ന് പേരിട്ട് കൊണ്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന പ്രദേശങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ മധ്യകാല നഗരങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ നോക്കിയാൽ ആധുനിക നഗരങ്ങൾ എന്ന് പറഞ്ഞ പേരുകൾ നമുക്ക് കാണാൻ സാധിക്കും. ആധുനിക നഗരങ്ങൾ എന്ന് പറയുമ്പോൾ ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷം വികാസം പ്രാപിച്ചിട്ടുള്ള തുറമുഖ നഗരങ്ങളാണ്. നമ്മുടെ ഏതൊക്കെയായിരിക്കാം? ഗോവ, ബോംബെ, കൊൽക്കത്ത, അതേപോലെ തന്നെ മദ്രാസ്, സൂററ്റ്, അങ്ങനെയൊക്കെയുള്ള പ്രദേശങ്ങളല്ലേ. ഇതൊക്കെയാണ് നമ്മൾ ഈ പറയുന്ന ആധുനിക നഗരങ്ങൾ എന്നുള്ള ശ്രേണിയിൽ പെടുന്നത്. അതായത് 500 വർഷത്തിൽ താഴെ മാത്രം പഴക്കമുള്ള നഗരങ്ങൾ, 2000 വർഷത്തിന് മുൻപ് ഉള്ള നഗരങ്ങൾ, ഈ പറയുന്ന 1000-നും അല്ലെങ്കിൽ 1500 വർഷത്തിനും ഇടയ്ക്ക് പഴക്കമുള്ള നഗരങ്ങൾ എന്ന് പറയുന്ന 3 ശ്രേണിയിലാണ് നമ്മൾ ഈ പൗരാണിക നഗരങ്ങൾ, മധ്യകാല നഗരങ്ങൾ, ആധുനിക നഗരങ്ങൾ എന്ന ശ്രേണിയിൽ ഇതിനെ നമ്മൾ തരംതിരിച്ചു വെച്ചിരിക്കുന്നു. അപ്പോൾ ഈ നഗരങ്ങൾ രൂപപ്പെടുമ്പോൾ നമ്മൾ പ്രത്യേകമായിട്ട് നോക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. നഗരത്തിൽ ജനങ്ങൾ തിങ്ങിപ്പാർക്കുമ്പോൾ നഗരത്തിലെ ജനങ്ങൾക്ക് പല പല ആവശ്യങ്ങളുണ്ടാവും. ഈ ആവശ്യങ്ങളൊക്കെ നിർവഹിക്കണമെന്നുണ്ടെങ്കിൽ നഗരത്തിന് പ്രത്യേകമായിട്ടുള്ള ഒരു ഭരണ സംവിധാനം ഉണ്ടായേ മതിയാവുകയും. അപ്പൊ നഗരത്തിന് പ്രത്യേകമായ ഒരു ഭരണ സംവിധാനം സൃഷ്ടിക്കെടുക്കാൻ വേണ്ടിയിട്ട് നഗര ആസൂത്രണം എന്ന് പറയുന്നത് ഇവിടെ രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. ഇത്തരത്തിൽ കോട്ടകളായിരുന്നു പഴയ കാലത്തെ നഗരങ്ങൾ. നമ്മൾ ഈ പഴയ ഇംഗ്ലീഷ് സിനിമയൊക്കെ ഒന്ന് കണ്ടു നോക്കിയാൽ അറിയാൻ പറ്റും. കോട്ടയൊക്കെ കാണിക്കുന്നതാണ്. ആ കോട്ടയ്ക്കകത്ത് ജനങ്ങൾ താമസിക്കുന്ന വലിയ പട്ടണമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അല്ലെ. അല്ലെങ്കിൽ നിങ്ങൾ മറ്റേ ധീര എന്ന് പറയുന്ന ഒരു സിനിമയൊക്കെ കണ്ടു കാണുമല്ലോ. ആ സിനിമയിൽ കാണിക്കുന്നുണ്ട് ഒരു കോട്ടയ്ക്കകത്തേക്കാണ് ഇവർ രണ്ടുപേരും ഒരു ഷാള് എടുത്തുണ്ട് കുതിരപ്പുറത്ത് അഭ്യാസം കാണിച്ചു വരുന്നത്. ആ കോട്ടയാണ് നഗരമായിട്ട് കണക്കാക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഈ കോട്ടകൾ എന്ന് പറയുന്നത് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ നഗരപിതാവ് എന്നൊക്കെ പറയുന്ന പോലത്തെ റോളിൽ ഈ കൊത്വാൾ എന്ന് പറയുന്ന ഒരു പദവി ഉണ്ടായിരുന്നു. കൊത്വാൾ, അതായത് കോട്ടകളുടെ കിലാസ് എന്ന് പറയുന്ന കോട്ടകളാണ്. ആ കോട്ടകളുടെ സംരക്ഷകനായിട്ട് കൊത്വാൾ എന്ന് പറയുന്ന ഒരാളിനെയൊക്കെയായിരുന്നു നിയമിച്ചിരുന്നത്. ആ കൊത്വാളിന്റെ നേതൃത്വത്തിലാണ് അവിടെയൊക്കെ ഭരണം നടന്നിരുന്നത്. എന്നാൽ കാലാന്തരത്തിൽ ഈ കോട്ടകളുടെ ഭരണത്തിൽ എന്താണ് പോരായ്മകളൊക്കെ ഉണ്ടായി. ജനങ്ങളെല്ലാം അസംതൃപ്തരൊക്കെ വരാൻ തുടങ്ങിയപ്പോൾ എന്ത് ചെയ്തു? ഈ ജനസംഖ്യ അവിടെ കൂടുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ എന്താണ്, കൂടിയ ജനസംഖ്യക്ക് അനുസരിച്ചുകൊണ്ട് ഇതിനെ വീണ്ടും വീണ്ടും പലതരത്തിലും തരംതിരിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ വൻ നഗരങ്ങളെന്നും ചെറുനഗരങ്ങളെന്നും പറഞ്ഞുകൊണ്ട് ഈ പ്രദേശങ്ങളെ തരംതിരിക്കുന്ന ഒരു അവസ്ഥാവിശേഷം ഉണ്ടായി. ഈ ഒരു കാലഘട്ടത്തിലാണ് ബ്രിട്ടീഷുകാരുടെ ഭരണം ഇന്ത്യയിൽ വരുന്നത്. ബ്രിട്ടീഷുകാരുടെ ഭരണം ഇന്ത്യയിൽ വന്നു കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു 1687 കാലഘട്ടമൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ഈ ബ്രിട്ടീഷുകാരുടെ ഭരണം കുറച്ചുകൂടിയൊക്കെ ഒന്ന് മെച്ചപ്പെട്ടു എന്നൊരു ടൈമായി. അല്ല, ഏകദേശം ഒരു 1787 കാലഘട്ടം എത്തിയപ്പോൾ ഉണ്ടായി ഒരു നല്ല ഒരു സ്റ്റൈലിലോട്ട് വരികയാണ്. ആ കാലഘട്ടത്തിൽ അവർ തീരുമാനിച്ചു എന്താണ്, ഇവിടെ നമുക്ക് എന്ത് വേണ്ടി വരും? നഗരം എന്ന് പറയുന്ന സംവിധാനം വേണ്ടി വരും. ബ്രിട്ടീഷ് രീതിയിലുള്ള ബ്രിട്ടീഷ് ശൈലിയിലുള്ള മുനിസിപ്പാലിറ്റികൾ ഇവിടെ വേണമെന്ന് തീരുമാനിച്ചുകൊണ്ട് അവര് പതുക്കെ പതുക്കെ മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനുകളും ഒക്കെ രൂപീകരിക്കുവാനായിട്ട് തുടങ്ങി.
മദ്രാസ് കോർപ്പറേഷൻ വരികയാണ്. പിന്നെ ബോംബെയും കൽക്കത്തയും ഡൽഹിയും അടങ്ങുന്ന പുതിയ പുതിയ നഗരസഭകളും നഗര സംവിധാനങ്ങളും എല്ലാം ഇവിടെ രൂപപ്പെട്ടു വന്നു. ആദ്യമൊക്കെ 3 വർഷക്കാലത്തേക്ക് മാത്രമായിട്ടുള്ള ഒരു ഭരണസമിതിയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതിൽ അപാകതകളും പോരായ്മകളും എല്ലാം തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? അവർക്ക് മനസ്സിലായി നഗരത്തിൽ ജലവിതരണം വളരെ നല്ല രീതിയിൽ കൊടുക്കണം, അല്ലെ? ശുചിത്വം എന്ന് പറയുന്നത് വളരെ അത്യന്താപേക്ഷിതമാണ്. അപ്പൊ ജലവിതരണവും ശുചിത്വ പരിപാലനവുമായിരുന്നു ആദ്യകാലങ്ങളിൽ നഗരസഭകളുടെ റോളുകളായിട്ട് കൊടുത്തിരുന്നത്. അപ്പൊ ഈ റോളുകൾ കൈകാര്യം ചെയ്യുക, അതിനു വേണ്ടിയിട്ട് ഒരു നഗരസഭ എന്ന രീതിയിൽ അവർ പതുക്കെ പതുക്കെ കൊണ്ടുവന്നു. കാലാന്തരത്തിൽ എന്തായി? ഈ നഗരസഭകളുടെ എണ്ണം ഇങ്ങനെ പതുക്കെ 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 വർദ്ധിച്ച് ഏകദേശം ഒരു 18-ാം നൂറ്റാണ്ട് അവസാനിച്ച് 19-ാം നൂറ്റാണ്ടിന്റെ പകുതിയോളം എത്തിയപ്പോഴത്തേക്കും ഏകദേശം ഒരു 1000-ത്തോളം മുകളിൽ നഗരസഭകൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായി വരികയാണ് ചെയ്യുന്നത്. കാലാന്തരത്തിൽ എന്തായി? നമുക്ക് മനസ്സിലായി നഗരം എന്ന് പറയുന്നത് ആസൂത്രിതമായ രീതിയിൽ തന്നെ ഉണ്ടായേ മതിയാവുകയുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ നഗരങ്ങൾക്ക് കൂടുതൽ അധികാരം കൊടുക്കാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ നഗരങ്ങൾക്ക് കൂടുതൽ അധികാരം കൊടുക്കാനായിട്ട് തീരുമാനിച്ച പ്രധാനപ്പെട്ട ഒരു ബ്രിട്ടീഷ് ഭരണാധികാരി എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഗവർണർ ജനറൽ അല്ല, നമ്മുടെ വൈസ്രോയി ആയിട്ടിരുന്ന ഒരാളുണ്ട്. അദ്ദേഹത്തിന്റെ പേര് നമുക്കറിയാം. അദ്ദേഹത്തിന്റെ പേരാണ് റിപ്പൺ പ്രഭു എന്ന് പറയും, അല്ലെ? ലോക്കൽ സെൽഫ് ഗവൺമെന്റുകളുടെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്ന റിപ്പൺ പ്രഭു അല്ലേ? ആ റിപ്പൺ പ്രഭു ഇന്ത്യയിൽ ഗവർണറായിട്ട് അല്ലെങ്കിൽ വൈസ്രോയി ആയിട്ട് 1880 വരുന്നത്. 1880 അദ്ദേഹം വരികയാണ്. ആരായിട്ടാണ് വരുന്നത്? വൈസ്രോയി ആയിട്ടാണ് വരുന്നത്. വൈസ്രോയി ആയിട്ട് വന്ന ഇദ്ദേഹം ഒരുപാട് നല്ല നല്ല കാര്യങ്ങളൊക്കെ നടപ്പിലാക്കി. നമുക്കറിയാം, അല്ലെ? വെർണാക്കുലർ പ്രസ് ആക്ട് എന്ന് പറയുന്ന നാട്ടുഭാഷയിലെ പത്ര നിയമങ്ങളൊക്കെ എന്ത് ചെയ്തു? അദ്ദേഹം റദ്ദ് ചെയ്തു. എന്നിട്ടോ നമ്മുടെ നാട്ടില് ഒരു വിദ്യാഭ്യാസ കമ്മീഷനെ കൊണ്ടുവന്നു. വിദ്യാഭ്യാസ കമ്മീഷന്റെ പേര് നമുക്കറിയാം, അല്ലെ? വില്യം ഹണ്ടർ എന്ന് പറയുന്ന ഒരു വിദ്യാഭ്യാസ കമ്മീഷൻ അദ്ദേഹം കൊണ്ടുവന്നു. ഫാക്ടറീസ് ആക്ട് എന്ന് പറഞ്ഞുകൊണ്ട് തൊഴിൽശാലകളിലുള്ള തൊഴിൽ നിയമങ്ങൾ അദ്ദേഹത്തിന്റെ കാലത്ത് കോഡിഫൈ ചെയ്തു. അദ്ദേഹമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കീഴിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു നിയമനിർമ്മാണമൊക്കെ അദ്ദേഹമാണ് നടത്തിയത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കീഴിലായിട്ട് ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, പ്രാദേശിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ കൊണ്ടുവരുവാനായിട്ട് ഒരു പരിശ്രമം ഒക്കെ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്ന എന്താണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് എന്ന് പേരിട്ടുകൊണ്ട് വിശേഷിപ്പിക്കുന്നത്. ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം തന്നെയാണ് ഈ നഗരസഭ എന്ന് പറയുന്നതും അതേപോലെ തന്നെ മുനിസിപ്പാലിറ്റി എന്ന് പറയുന്നതും പഞ്ചായത്തുകൾ എന്ന് പറയുന്നതും. അപ്പോൾ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശങ്ങളിൽ നടപ്പിലാക്കേണ്ടുന്ന അടിസ്ഥാന സൗകര്യ വികസനത്തെക്കുറിച്ച് ബോധവാനായ റിപ്പൺ പ്രഭു ഓരോ മുനിസിപ്പാലിറ്റിക്കും അല്ലെങ്കിൽ ഓരോ നഗരപ്രദേശങ്ങൾക്കും വേണ്ടുന്നത് എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതനുസരിച്ച് ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് സ്വയം പര്യാപ്തമായ ഒരു റാങ്ക് നൽകാൻ തീരുമാനിച്ചു. അതുകൊണ്ടാണ് നമ്മൾ അദ്ദേഹത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് എന്ന് പേരിട്ട് വിശേഷിപ്പിക്കുന്നത്. ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്ത ആ വൈസ്രോയി ആയിട്ടുള്ള നമ്മുടെ റിപ്പൺ പ്രഭുവിനെ ഒരു ബില്ല്, അതായത് ഇൽബർട്ട് ബിൽ എന്ന് പറയുന്ന ഒരു ബില്ലുണ്ട്. എന്ന് വെച്ചാല് CP ഇൽബർട്ട് എന്ന് പറയുന്ന ഒരു നിയമ പണ്ഡിതൻ തയ്യാറാക്കിയ ഒരു ബില്ലാണ്. ആ ബില്ലിലെ പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് വെച്ച് കഴിയുകയാണെന്നുണ്ടെങ്കിൽ കോടതി വിചാരണയുമായി ബന്ധപ്പെട്ട. കോടതി വിചാരണ നടത്തുന്നത് ആരാണ്? കോടതി വിചാരണ നടത്തുന്നത് ജഡ്ജ്, അഡ്വക്കേറ്റ്സ് ഇവരാണ്. അപ്പോൾ ഒരു പ്രതി ആയ ഒരു വ്യക്തി, അദ്ദേഹം ഏത് വിഭാഗത്തിൽപ്പെട്ട ഒരാളാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ വെള്ളക്കാരനോ കറുത്ത വർഗ്ഗക്കാരനോ അല്ലെങ്കിൽ ഏഷ്യക്കാരനോ ഇന്ത്യക്കാരനോ ആയിരുന്നാലും ബ്രിട്ടീഷുകാരനായ ജഡ്ജിന് അദ്ദേഹത്തിന്റെ കാര്യത്തിൽ എന്ത് പറയാം? വിധി പ്രഖ്യാപിക്കാൻ അനുവാദമുണ്ട്. അല്ലെങ്കിൽ അദ്ദേഹത്തിന് മാത്രം സാധിക്കുകയുള്ളൂ. എന്നാൽ ബ്രിട്ടീഷുകാരുടെ ജുഡീഷ്യൽ സിസ്റ്റത്തിലെ പല ആൾക്കാരും ജഡ്ജിമാരായിട്ടുണ്ട്. ബ്രിട്ടീഷുകാരായിട്ടുള്ളവരുണ്ട്, ബ്രിട്ടീഷുകാരല്ലാത്തവരുണ്ട്, ഇന്ത്യക്കാരുമുണ്ട്. ഇന്ത്യക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഏറ്റവും കുറഞ്ഞ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരായിട്ടാണ് കണ്ടിരുന്നത്. അതായത് നമ്മൾ ഈ ചാതുർവർണ്ണീയ വ്യവസ്ഥയില് ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ എന്നൊക്കെ പറയുന്നില്ലേ? അതേപോലെയായിരുന്നു ബ്രിട്ടീഷുകാര് ഇന്ത്യക്കാര്, സർവീസിലുള്ള ഇന്ത്യക്കാരെ കണ്ടിരുന്നത് ശൂദ്രനെ പോലെ കണക്കാക്കിയാണ് കണ്ടിരുന്നത്. അപ്പോ ഈ ശൂദ്രനെ പോലെ കണക്കാക്കുന്ന ഇന്ത്യക്കാര് ഇവിടെ ഈ ഏറ്റവും ടോപ്പിലുള്ള ആൾക്കാരായിട്ടായിരുന്നു ബ്രിട്ടീഷുകാർ അവരെ കണക്കാക്കിയിരുന്നത്. ഇന്ത്യക്കാർ വെറും ശൂദ്രനെ പോലെയുമാണ് കണക്കാക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഇന്ത്യക്കാരുടെ കേസുകൾ അവർ കൈകാര്യം ചെയ്യും, ബ്രിട്ടീഷുകാരുടെ കേസുകൾ അവർ കൈകാര്യം ചെയ്യും. ഈ സമയത്താണ് CP ഇൽബർട്ട് പ്രസക്തമായ ഇൽബർട്ട് ബില്ല് തയ്യാറാക്കി അവതരിപ്പിച്ചത്. അതായത് നിയമം പഠിച്ചിട്ടുള്ളവനാണെന്നുണ്ടെങ്കിൽ അവന് ജഡ്ജാവാം. അനുഭവ പരിജ്ഞാനമുള്ള ജഡ്ജാണെന്നുണ്ടെങ്കിൽ ആ ജഡ്ജിന് ഏത് കേസിലും, അദ്ദേഹത്തിന്റെ മുന്നിലെത്തുന്ന ഏത് കേസിലും വിധി പറയാം. അതിൽ ബ്രിട്ടീഷുകാരൻ പ്രതി ചേർക്കപ്പെട്ട കേസാണെങ്കിലും ബ്രിട്ടീഷുകാരൻ അല്ലാത്തയാൾ പ്രതി ചേർക്കപ്പെട്ട കേസാണെന്നുണ്ടെങ്കിലും ഏത് ജഡ്ജിന്റെ മുന്നിലാണോ ഈ കേസ് ചെല്ലുന്നത് ആ ജഡ്ജിന് വിധി പറയാൻ എന്നുള്ള ഒരു ബില്ലാണ് ഇൽബർട്ട് ബിൽ എന്ന് പറയുന്നത്.
അതുപ്രകാരം ഇന്ത്യക്കാർ ജഡ്ജായിട്ടുള്ള കോടതികളിൽ ഒരു കേസ് ചെല്ലുമ്പോൾ അതിൽ ഇന്ത്യക്കാർക്ക് വിധി പറയാൻ പറ്റും, ഇന്ത്യക്കാരനായ ജഡ്ജിന് വിധി പറയാൻ പറ്റും. ഈ വിധി പറയുന്ന സമയത്ത് കേസ് എന്ന് പറയുന്ന ഏതെങ്കിലും ബ്രിട്ടീഷുകാരന്റെ കേസാണെന്നുണ്ടെങ്കിൽ ആ ബ്രിട്ടീഷുകാരനെ ശിക്ഷിക്കാനായിട്ട് ഇന്ത്യക്കാരന് അധികാരം കിട്ടുകയാണ്. അപ്പോൾ താഴ്ന്ന ഗതിയിലുള്ള വെറും ശൂദ്ര വിഭാഗത്തിൽപ്പെട്ട ഒരു ജഡ്ജി, ആ ജഡ്ജാണ് ഈ ബ്രിട്ടീഷുകാരൻ എന്ന് പറയുന്ന ഉന്നത കുലജാതനെതിരെ ശിക്ഷ വിധിക്കുന്നത്. അത് ബ്രിട്ടീഷുകാർക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അവർ ഒരിക്കലും ഒരു ഇന്ത്യക്കാരന്റെ വിധിവാചകത്തിൽ ശിക്ഷിക്കപ്പെടുവാൻ ആഗ്രഹിച്ചിരുന്നില്ല. അതവർക്ക് ഏറ്റവും വലിയ മാനക്കേടായിരുന്നു. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്തു, ഈ വിധി ഇവിടെ നടപ്പിലാക്കുന്നതിന് മുൻകൈ എടുത്ത ഈ CP ഇൽബർട്ട് തയ്യാറാക്കിയ ഇൽബർട്ട് ബില്ല് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുവാനായിട്ട് മുൻകൈ എടുത്ത റിപ്പൺ പ്രഭുവിന് എതിരായി. റിപ്പൺ പ്രഭുവിന് ഇത്തരത്തിലുള്ള ബില്ലുകൾ അവതരിപ്പിക്കുവാനായിട്ട് പ്രേരണ നൽകിയത് ഗ്ലാഡ്സ്റ്റൺ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. ഗ്ലാഡ്സ്റ്റൺ നമുക്കറിയാം അല്ല, വന്ധ്യവയോധികൻ, ബ്രിട്ടനിലെ വന്ധ്യവയോധികൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന, ബ്രിട്ടനിലെ ഏറ്റവും പ്രായം കൂടിയ പ്രധാനമന്ത്രി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന, ഏറ്റവും ലിബറലായ പ്രധാനമന്ത്രി എന്നറിയപ്പെട്ടിരുന്നത് ലിബറൽ പ്രൈം മിനിസ്റ്റർ ഓഫ് UK അല്ലെങ്കിൽ ബ്രിട്ടൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന വ്യക്തിയാണ് ഈ ഗ്ലാഡ്സ്റ്റൺ എന്ന് പറയുന്ന ആള്. അപ്പോൾ ആ ഗ്ലാഡ്സ്റ്റണിന്റെ ഏജന്റായിട്ട് ഇന്ത്യയിൽ പ്രവർത്തിച്ച ആളാണ് ആരെന്ന് പറയുന്നത് റിപ്പൺ പ്രഭു എന്ന് പറയുന്നത്. അപ്പോൾ ആ റിപ്പൺ പ്രഭുവിനെതിരായിട്ട് അവിടെയുള്ള ലിബറൽ പാർട്ടിയുടെ എതിരായിട്ടുള്ള പാർട്ടിയുണ്ട് അല്ലെ, കൺസർവേറ്റീവ് പാർട്ടിയുണ്ട്, ടോറി പാർട്ടി ഉണ്ട്, അങ്ങനെ മറ്റിതര പാർട്ടികളുണ്ട്. ആ പാർട്ടികൾ എല്ലാവരും കൂടി എന്ത് ചെയ്തു, ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് വിധി പറയാനായിട്ട് ഇന്ത്യക്കാരന് പെർമിഷൻ കൊടുക്കുന്ന ഈ ബില്ലിനെ എതിർത്തു. അങ്ങനെ പാർലമെന്റിൽ അത് വലിയ ചർച്ചയായി. ഭരിക്കുന്ന പാർട്ടിക്കെതിരായിട്ടാണ് ചർച്ച വന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ നിയമവശങ്ങളെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ഇത് കോടതിക്ക് തന്നെ കൈമാറി. അങ്ങനെ കോടതിയിൽ എന്ത് ചെയ്തു, ഇതൊരു കേസായിട്ട് വന്നു. അങ്ങനെ ഇതൊരു ഭരണഘടനാ കേസ് എന്ന രീതിയിൽ വരികയാണ്. ഭരണഘടനാ കേസ് എന്ന രീതിയിൽ വരുന്നു. അങ്ങനെ 12 ജഡ്ജിമാർ ഇരുന്നിട്ടാണ് ഇത് തലനാരിഴ കീറിയിട്ട് പതിച്ചത്. നമ്മുടെ ഇന്ത്യയിൽ 13 ജഡ്ജിമാരിരുന്ന് വിധിച്ചൊരു കേസുണ്ട്. അത് കേശവാനന്ദ ഭാരതിയുടെ കേസാണ്. കേരള സർക്കാരിനെതിരായിട്ട് കേശവാനന്ദ ഭാരതി അദ്ദേഹത്തിന്റെ സ്വത്ത് നഷ്ടപ്പെട്ടു പോകുന്നതിൽ പ്രതിഷേധിച്ചു കൊണ്ട് കൊടുത്ത കേസാണ്. ഏറ്റവും കൂടുതൽ ജഡ്ജിമാർ ഇരുന്ന് വിധി പറഞ്ഞ കേസ് 13 ജഡ്ജിമാരിരുന്ന് വിധി പറഞ്ഞ കേസാണ് ആ കേസ്. ഇവിടെ 12 ജഡ്ജിമാരാണ്. CP ഇൽബർട്ടിന്റെ കേസിൽ ഇടപെട്ടത് എത്ര ജഡ്ജിമാരെന്ന് ചോദിച്ചാൽ 12 ജഡ്ജിമാരാണ് ഇടപെട്ടത്. ആ 12 ജഡ്ജിമാരിലെ 7 പേര് ഈ പറയുന്ന ഇൽബർട്ട് ബില്ല് നടപ്പിലാക്കുന്നതിനെ എതിർക്കുകയും 5 ജഡ്ജിമാർ ഇൽബർട്ട് ബില്ല് നടപ്പിലാക്കുന്നതിനെ അനുകൂലിക്കുകയും ചെയ്തു. അങ്ങനെ ഏറ്റവും ഗുണകരമാകുന്ന, ഇന്ത്യക്കാർക്ക് ഏറ്റവും പ്രയോജനകരമാകുന്ന ഈ CP ഇൽബർട്ട് കൊണ്ടുവന്ന ഇൽബർട്ട് ബിൽ എന്ന് പറയുന്നത് വലിയൊരു കോൺട്രാവേഴ്ഷ്യലായി കഴിഞ്ഞപ്പോൾ ബ്രിട്ടീഷുകാരെ ബോധപൂർവ്വം നാണം കെടുത്തുവാനായിട്ട് ശ്രമിച്ച ഒരു വ്യക്തിയാണ് റിപ്പൺ എന്ന ഒരു ഇമേജ് അദ്ദേഹത്തിന് ലണ്ടനിൽ ഉണ്ടാവുകയും അദ്ദേഹത്തിന്റെ സേവനം എന്ന് പറയുന്നത് ബ്രിട്ടീഷ് പക്ഷപാതിത്വം കാണിച്ചുകൊണ്ടിരുന്ന ഇതുവരെയുള്ള വൈസ്രോയിമാരുടെ പ്രവൃത്തിയിൽ നിന്നും വ്യത്യസ്തമാണെന്നും ബ്രിട്ടീഷ് ഭരണ സംവിധാനത്തോട് കൂറില്ലാത്തവനുമാണെന്നുള്ള ഒരുപാട് ആരോപണങ്ങളൊക്കെ വന്നതിനെ തുടർന്ന് അദ്ദേഹം എന്ത് ചെയ്യുകയാണ്, രാജിവെച്ച് ഇന്ത്യയിൽ നിന്ന് പോവുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് CP ഇൽബർട്ടിന്റെ ഇൽബർട്ട് ബിൽ കോൺട്രാവേഴ്സിയെ തുടർന്ന് രാജിവെച്ച് പോയ വൈസ്രോയി അല്ലെങ്കിൽ പിൻവാങ്ങിപ്പോയ വൈസ്രോയി എന്ന് അദ്ദേഹം അറിയപ്പെടുന്നത്. എന്നാൽ അതിനുശേഷം എന്താ സംഭവിച്ചു, നഗരം എന്ന് പറയുന്ന ആ ഒരു കാഴ്ചപ്പാട് കുറച്ചുകൂടി വികാസം പ്രാപിച്ചു. നഗരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭിക്കുന്ന ഒരു കേന്ദ്രമായിട്ട് കണക്കാക്കപ്പെട്ടു. അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ ഏറെയുള്ള ഒരു പ്രദേശമായിട്ട് എന്താണ് കണക്കാക്കപ്പെട്ടു. ജനങ്ങൾക്ക് വേണ്ടുന്ന തേനും പാലും ഒഴുകുന്ന പ്രദേശമാണ് നഗരമെന്ന ഒരു ധാരണ രൂപപ്പെട്ടു വരികയാണ്. അങ്ങനെ നഗരത്തിന് കൂടുതൽ പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ടുള്ള നഗരവൽക്കരണ നയങ്ങളാണ് പിൽക്കാലത്ത് ഉണ്ടായിട്ടുള്ളത്. നമ്മുടെ ഗാന്ധിജി പോലും ഈ പറയുന്ന നഗരവൽക്കരണത്തെ ഒരു ഭയപ്പാടോടും പങ്കപ്പാടോടും കൂടിയാണ് നോക്കിക്കണ്ടിരുന്നത്. കാരണം നഗരങ്ങൾ വികസിക്കുമ്പോൾ നഷ്ടമാവുന്നത് എന്താണ്, ഗ്രാമങ്ങളാണ് നഷ്ടമാവുന്നത്. ഇന്ത്യയിലെ ആത്മാവ് കുടികൊള്ളുന്നത് ഗ്രാമങ്ങളിലാണെന്നും ഒരു പുതിയ നഗരം രൂപം കൊള്ളുമ്പോൾ 2 ഗ്രാമങ്ങളാണ് ഇല്ലാതെയാവുന്നത് എന്നും ഗാന്ധിജി മനസ്സിലാക്കിയിരുന്നു. പക്ഷെ ഈ പറയുന്ന പഞ്ചായത്ത് രാജ് സംവിധാനം എല്ലാം വന്നു കഴിഞ്ഞപ്പോൾ എന്താണ്, പഞ്ചായത്തുകൾക്ക് പുറമെ നഗരസഭകൾക്കും കൂടുതൽ പ്രാധാന്യമെല്ലാം വന്നു. അങ്ങനെ പതുക്കെ നമ്മുടെ നഗരസഭ എന്ന് പറയുന്നത് നമ്മുടെ 1992 നഗരപാലിക ആക്ടിന്റെ പരിധിയിൽ വരികയും 74ാമത്തെ ഭരണഘടന ഭേദഗതി പ്രകാരം 18ഓളം വിഷയങ്ങളിൽ സ്വതന്ത്രമായി നിയമനിർമ്മാണം നടത്തി തനതായ അധികാരം കൈപ്പിടിയിൽ ഒതുക്കുവാനായിട്ടുള്ള ഒരു അധികാര വികേന്ദ്രീകരണ നിയമമായിട്ട് 74ാമത്തെ ഭരണഘടനാ ഭേദഗതി മാറ്റപ്പെടുകയാണ് ഉണ്ടായത്. ഇതാണ് നമ്മൾ നോക്കിയാൽ നഗരവൽക്കരണം അല്ലെങ്കിൽ അർബൻ ഗവേണൻസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ നോക്കിയാൽ അല്ലെ, നഗരഭരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ നോക്കിയാൽ ഒരു നഗരം എങ്ങനെ രൂപപ്പെട്ടു വരുന്നുവെന്നും ഇന്നത്തെ സാഹചര്യത്തിലുള്ള നഗരങ്ങൾ ഏത് സാഹചര്യത്തിൽ നിന്നാണ് രൂപപ്പെട്ടു വന്നത് എന്നുമുള്ളതിന്റെ ഒരു ചെറിയൊരു ഔട്ട്ലൈൻ നമുക്ക് കിട്ടുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് നോട്ട്സ് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതും ഒന്ന് ജസ്റ്റ് നോക്കിയിട്ട് നമുക്ക് കുറച്ച് അഡീഷണൽ പോയിന്റ് കൂടി പറയാം കേട്ടോ.
അല്ലേ? അപ്പൊ നമ്മൾ ഈ പറഞ്ഞ അതിൽ പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റുകളുണ്ട്. നമ്മൾ പറഞ്ഞ സമയത്ത് ഒരു സ്റ്റോറി പോലെ ഇങ്ങനെ പറഞ്ഞു പോയതാണ്. അപ്പൊ അതിൽ കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് സൂചിപ്പിക്കാം കേട്ടോ. അത് നമ്മൾ നോക്കിയാൽ എന്തായിരിക്കും, നമ്മുടെ ഇന്ത്യയുടെ ചരിത്രത്തിലെ രണ്ടാമത്തെ നഗരവൽക്കരണം നടന്നൊരു കാലഘട്ടം നമ്മൾ പറഞ്ഞത് അറിയാലോ. ആ രണ്ടാമത്തെ നഗരവൽക്കരണം നടന്ന കാലഘട്ടം നമ്മൾ എഴുതിയിട്ടുണ്ട് BC 300-നും 600-നും ഇടയിലാണ്. ആ ഒരു കാലഘട്ടത്തെ നമ്മൾ പറഞ്ഞത് മഹാജനപദങ്ങളുടെ രൂപീകരണ കാലഘട്ടം എന്ന പേരിലാണ് നമ്മൾ അതിനെപ്പറ്റി സൂചിപ്പിച്ചത്, അല്ലെ? അപ്പൊ മഹാജനപദങ്ങളുടെ എണ്ണം എത്ര ഉണ്ട് എന്നൊക്കെ ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിക്കാം. അങ്ങനെ ചോദിച്ചാല് 16ഓളം മഹാജനപദങ്ങൾ ഉണ്ടായിരുന്നതായിട്ട് നമുക്കറിയാം, അല്ലെ? 16ഓളം മഹാജനപദങ്ങൾ ഉണ്ടായിരുന്നു നമുക്കറിയാം. ആ 16ഓളം മഹാജനപദങ്ങളുടെ പേരുകൾ നമ്മൾ സൂചിപ്പിച്ചായിരുന്നു. അതൊന്നും പഠിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അതിന്റെ നോട്ട്സിൽ ഞാൻ ഉൾപ്പെടുത്തരാം. നമ്മൾ പറയാൻ എന്തായിരിക്കാം, ആ കുരു, അല്ലെ? കുരുവംശത്തിന്റെ കുരു ഉണ്ടായിരുന്നു, കാമ്പോജം ഉണ്ടായിരുന്നു, അല്ലെ? കോസലം ഉണ്ടായിരുന്നു, കാശി ഉണ്ടായിരുന്നു, അല്ലെ? ഗാന്ധാരം ഉണ്ടായിരുന്നു, സ്രവസ്തി ഉണ്ടായിരുന്നു, മല്ലി ഉണ്ടായിരുന്നു, മത്സ്യരാജ്യം ഉണ്ടായിരുന്നു, മഗധ ഉണ്ടായിരുന്നു, ചേതി ഉണ്ടായിരുന്നു, ശിശുപാല ഉണ്ടായിരുന്നു, പിന്നെന്താ, ശിശുപാലല്ല, ശൂരസേന ഉണ്ടായിരുന്നു, പാഞ്ചാല ഉണ്ടായിരുന്നു, അംഗ ഉണ്ടായിരുന്നു, അശ്മകം ഉണ്ടായിരുന്നു. ഇങ്ങനെ നമ്മൾ നോക്കിയാൽ ഒരുപാട് രാജ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ആ രാജ്യങ്ങളുടെ പേരുകളൊക്കെ നോട്ട്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ 16ഓളം ജനപദങ്ങൾ നമുക്ക് ഇവിടെ ഉണ്ടായിരുന്നതായിട്ട് അറിയാം. അപ്പോൾ ഈ രണ്ടാം കാലഘട്ടത്തിൽ എങ്ങനെയാണ് ഈ നഗരങ്ങൾ രൂപപ്പെടാനിടയായ സാഹചര്യം എന്ന് നമ്മൾ സൂചിപ്പിച്ചു. അതായത് ആര്യന്മാര് വന്നു കഴിഞ്ഞപ്പോൾ അവർ ഇരുമ്പ് കൊണ്ടുവന്നത് നമ്മൾ പറഞ്ഞു. ആ ഇരുമ്പ് ഉപയോഗിച്ചുകൊണ്ട് കൃഷിസ്ഥലങ്ങൾ എന്ന് പറയുന്നത് വ്യാപിപ്പിച്ചു. കൃഷിസ്ഥലങ്ങൾ വ്യാപിച്ചു കഴിയാൻ നേരത്ത് എന്തായിരിക്കും, ഉൽപാദനം വർദ്ധിക്കും. ഉൽപാദനം വർദ്ധിച്ചു കഴിയുമ്പോൾ എന്തായിരിക്കും, ആ നാടിന്റെ വികസനം ഉണ്ടാവുന്നത്. അതുവഴി അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടും, പുതിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കും, അല്ലെ? ഗ്രാനറികൾ ഉണ്ടാക്കും, അവരെ ഭരിക്കാനായിട്ട് അവർ ഒരു കൗൺസിൽ ഉണ്ടാക്കും. അങ്ങനെ പതുക്കെ നമ്മൾ പറഞ്ഞ ആ ജനപദങ്ങൾ ഉണ്ടായെന്നും ആ ജനപദങ്ങൾ മഹാജനപദങ്ങളായി മാറിയെന്നും നമ്മൾ മനസ്സിലാക്കിയതാണ്, അല്ലെ? അപ്പൊ അങ്ങനെ പട്ടണങ്ങളെല്ലാം രൂപീകരിക്കപ്പെട്ടു എന്ന് നമ്മൾ പറഞ്ഞു, അല്ലെ? പതുക്കെയാണ് പട്ടണങ്ങൾ രൂപീകരിക്കുക. പട്ടണങ്ങൾ എങ്ങനെയെല്ലാം രൂപീകരിക്കപ്പെട്ടെന്ന് നമ്മൾ പറയുന്നതായിരിക്കാം, 3 രീതിയിൽ രൂപീകരിക്കപ്പെട്ടെന്നായിരുന്നു നമ്മൾ പറഞ്ഞത്, അല്ലെ? ഒന്ന്, ഈ രാഷ്ട്രീയ ഭരണപരമായ തലസ്ഥാന നഗരങ്ങൾ രൂപീകരിക്കപ്പെട്ടപ്പോൾ രാജാവും രാജാവിന്റെ പ്രധാനപ്പെട്ട മന്ത്രിമാരും ആ പ്രഭുക്കന്മാരും എല്ലാവരും അധിവസിക്കുന്ന പ്രദേശത്ത് എല്ലാ സൗകര്യങ്ങളും ലഭ്യമാകുന്ന രീതിയിൽ നഗരങ്ങൾ രൂപീകരിക്കപ്പെട്ടു, അല്ലെ? അതാണ് നമ്മൾ ഭരണസിരാ കേന്ദ്രങ്ങൾ, തലസ്ഥാന നഗരങ്ങൾ എന്നൊക്കെ പറയുന്നത്. ഇപ്പൊ നമ്മൾ ഈ ഹസ്തിനപുരം എന്ന് പറയുന്ന തലസ്ഥാന, കുരുവംശത്തിന്റെ തലസ്ഥാനമായിട്ട് ഹസ്തിനപുരം നമ്മൾ പറയുന്നു. മഗധയുടെ തലസ്ഥാനമായിട്ട് രാജഗൃഹ എന്ന് പറഞ്ഞ പ്രദേശം പിൽക്കാലത്ത് പാടലിപുത്രം ഒക്കെ ആയിട്ട് മാറിയില്ലേ, അത് നമ്മൾ പറയുന്നു, അല്ലെ? കോസലം, അല്ലെ? സ്രവസ്തി എന്ന് പറയുന്നത് കോസലത്തിന്റെ തലസ്ഥാനമായിട്ട് മാറുന്നു. ചമ്പാപുരി എന്ന് പറയുന്നത് അംഗരാജ്യത്തിന്റെ തലസ്ഥാനമായിട്ട് മാറുന്നു, അല്ലെ? പാഞ്ചാല ദേശത്തിന്റെ തലസ്ഥാനമായിട്ട് അഹിച്ഛത്ര. ഇങ്ങനെ ഓരോരോ പുതിയ നഗരങ്ങൾ, അതായത് രാജാവും രാജകൊട്ടാരവും രാജപരിവാരങ്ങളും എല്ലാമുള്ള പ്രദേശമാണ് തലസ്ഥാനം എന്ന രീതിയിൽ വരുന്നത്. രാജാവാണല്ലോ തലയിരിക്കുന്ന സ്ഥാനമാണ് തലസ്ഥാനം എന്ന് പറയുന്നത്, അല്ലെ? അങ്ങനെ തലസ്ഥാന നഗരങ്ങൾ പതുക്കെ നഗരങ്ങളായിട്ട് വന്നു. അപ്പൊ ഒന്നാമത്തെ ശ്രേണിയിൽപ്പെട്ട നഗരങ്ങൾ തലസ്ഥാന നഗരങ്ങൾ. രണ്ടാമത്തെയോ വാണിജ്യ കേന്ദ്രങ്ങൾ, കച്ചവട കേന്ദ്രങ്ങൾ കേന്ദ്രമാക്കിയിട്ട് ധാരാളം ആളുകൾ താമസിക്കുകയുള്ളൂ, ആളുകൾ തിങ്ങിപ്പാർക്കുമല്ലോ. അങ്ങനെ വാണിജ്യ കേന്ദ്രങ്ങൾ രൂപീകരിക്കപ്പെടുകയാണ്. അതായത് വ്യാപാര പാതയ്ക്ക് സമീപമുള്ള സ്ഥലങ്ങളും പ്രദേശങ്ങളും അതുമായി ബന്ധപ്പെട്ട് സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളും കച്ചവട കേന്ദ്രങ്ങളായിട്ട് മാറ്റപ്പെടുകയാണ്. ഇപ്പൊ നമ്മൾ നോക്കിയ കോഴിക്കോട് മിഠായി തെരുവ് എന്ന് പറയുന്നു, അല്ലെ? മിഠായി തെരുവ് എന്താണ്, ഒരു നഗര കേന്ദ്രമായിട്ട് മാറ്റപ്പെടും, കച്ചവട കേന്ദ്രമല്ലേ? അതേപോലെ നമ്മൾ നോക്കിയാല് ആ തിരുവനന്തപുരത്താണെങ്കിൽ എന്തായിരിക്കാം, ചാല മാർക്കറ്റ് എന്ന് പറയുന്നത്, ചാല മാർക്കറ്റ്, ചാല കമ്പോളം എന്ന് പറയുന്നത്. എറണാകുളത്താണെങ്കിലോ എറണാകുളം മാർക്കറ്റും ഇത്തരത്തിൽ എന്താണ്, വലിയ ഒരു കമ്പോളമായിട്ട്. അപ്പൊ കമ്പോളങ്ങളോട് ചേർന്ന് വന്നുകൊള്ളുന്നു വൻ നഗരങ്ങൾ രൂപപ്പെട്ടു വരാറുണ്ട് കേട്ടോ. ഇനി അതേപോലെ ആധ്യാത്മിക കേന്ദ്രങ്ങൾ, അത് നഗരവൽക്കരണത്തിന് കാരണമാകും. വൈശാലി എന്ന് പറയുന്നത് നമുക്കറിയാം, അല്ലെ? ആരുടെ ജന്മസ്ഥലമായിരുന്നു, വർദ്ധമാന മഹാവീരന്റെ ജന്മസ്ഥലമായിരുന്നു വൈശാലി എന്ന് പറയുന്നത് നമുക്കറിയാം, അല്ലെ? വൈശാലി എന്ന് പറയുന്നത് ഈ പറയുന്ന ആ ബുദ്ധന്റെ ജന്മസ്ഥലമായിരുന്നു നമുക്കറിയാം. അപ്പൊ അവിടെ എന്താണ്, ആ അദ്ദേഹത്തിന്റെ ജനനവും തീർത്ഥാടനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ധാരാളം ആൾക്കാർ ഇങ്ങനെ വന്നു കഴിയാൻ നേരത്ത് അതൊരു നഗരം എന്ന രീതിയിലേക്ക് അതും മാറ്റപ്പെട്ടു വരികയാണ്. അങ്ങനെ പതുക്കെ എന്താണ്, ഓരോ പ്രദേശങ്ങളും പതുക്കെ നഗരമായിട്ട് മാറ്റപ്പെടുന്ന ഒരു കാലഘട്ടമായിട്ട് മാറും. പിന്നെ കൂടാതെ എന്തായിരിക്കാം, സഞ്ചാര മാർഗം ഏറ്റവും അനുകൂലമായിട്ടുള്ള പ്രദേശങ്ങളിൽ നഗരങ്ങൾ രൂപപ്പെട്ടു വരും. അതായത് ഗംഗാ നദി എന്ന് പറയുന്നത് ഹിമാലയത്തിന്റെ മുകളിൽ നിന്ന് സിവാലിക്കിനെ ഭേദിച്ചുകൊണ്ട് താഴത്തേക്ക് വരുമ്പോൾ അത് 4 ഘട്ടങ്ങളിലായിട്ടാണ് രൂപപ്പെടുന്നത് നമുക്കറിയാം, അല്ലെ? ഒന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ബാബർ എന്ന് പറയുന്ന ആ കുത്തൊഴുക്കുള്ള പ്രദേശങ്ങളിൽ, അതിനുശേഷം പതുക്കെ അതെന്തായിരുന്നു, ടെറായ് എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് വരുന്നു. അതിനുശേഷം നമ്മൾ നോക്കുമ്പോൾ അത് ബങ്കർ എന്നും പിന്നെയാണ് ഖാദർ എന്നും പറഞ്ഞുകൊണ്ട് സമതലത്തിലേക്ക് എത്തുന്നത്. ഈ സമതലത്തിലൂടെ നദി ഒഴുകുമ്പോഴും ഈ സമതലത്തിലൂടെ ഒഴുകുന്ന നദി എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ടേഷൻ വളരെയധികം ഗുണം ചെയ്യുന്നതാണ്, അല്ലെ? അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെയുള്ള യാത്ര നടക്കും. കുത്തൊഴുക്കില്ലാത്തതുകൊണ്ട് ഒരു കുഴപ്പമില്ല, നേരെ പോകാൻ എളുപ്പമാണ്. അപ്പോൾ ഈ നദി എന്ന് പറയുന്നത്, ഗംഗാ നദി എന്ന് പറയുന്നത് നഗരവൽക്കരണത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ളതാണ്. കാരണം
നദിയിൽ വെള്ളം ഒഴുകിപ്പോകുന്നതിനനുസരിച്ച് എന്താണ് സാധനങ്ങൾ കൊണ്ടുപോകാൻ പറ്റും, കൊണ്ടുവരാനും പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ നഗരവൽക്കരണത്തെ സ്വാധീനിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഗംഗാനദി എന്ന് പറയുന്നത്. ഇത് തീർത്ഥാടന കേന്ദ്രങ്ങളൊക്കെ ഒരുപാട് സ്ഥാപിക്കപ്പെട്ടതും പൗരാണികമായിട്ടൊരു നഗരവുമായിട്ട് ഇത് വളർന്നു വരാനായിട്ട് കാരണമായത് ഗംഗാനദിയുടെ സ്ഥാനം തന്നെയാണ് കേട്ടോ. പിന്നെ നമുക്ക് ഈ പറയുന്ന നഗരങ്ങൾ നമ്മൾ തരംതിരിച്ചിട്ടുണ്ട്. നഗരങ്ങൾ നമ്മൾ തരംതിരിച്ചത് എങ്ങനെയാണ്? പൗരാണിക നഗരങ്ങള്, മധ്യകാല നഗരങ്ങള്, ആധുനിക നഗരങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ തരംതിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ തരംതിരിക്കുമ്പോൾ നമ്മൾ പഴയ നഗരങ്ങൾ കണ്ടെത്തിയിട്ടാണോ തരംതിരിച്ചത്? ചിലതെല്ലാം അങ്ങനെ നമ്മൾ നേരിട്ട് പോയി കണ്ടെത്തിയിട്ടാണ് നമ്മൾ തരംതിരിച്ചത്. നമുക്കറിയാൻ പറ്റും. അതായത് ബ്രിട്ടീഷുകാരുടെ കാലത്തുണ്ടായിരുന്ന നഗരം. പക്ഷെ ബ്രിട്ടീഷുകാരുടെ കാലത്ത് സൂററ്റ് ഉണ്ടായിരുന്നു, അതിനു മുൻപ് സൂററ്റ് ഉണ്ടായിരുന്നു. ബ്രിട്ടീഷുകാരുടെ കാലത്ത് മദ്രാസ് ഉണ്ട്, അതിനു മുൻപും മദ്രാസ് ഉണ്ട്. അപ്പോൾ ഈ ബ്രിട്ടീഷുകാരുടെ കാലത്ത് മദ്രാസ് ഏതാണ്, അതിനു മുൻപത്തെ മദ്രാസ് ഏതാണ്, ഏറ്റവും പൗരാണികമായ മദ്രാസ് ഏതാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഖനനമൊക്കെ നടത്തേണ്ടതായിട്ട് വരും. അങ്ങനെ ഖനനം നടത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന ചില സംഭവ വികാസങ്ങളുണ്ട്. അതായത് മൺപാത്രങ്ങളുണ്ട്. അത്തരത്തിലുള്ള മൺപാത്രങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, അത് ഏത് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന നഗരമായിരുന്നു. നല്ല ഭംഗിയുള്ള പോളിഷ് ചെയ്ത ചിത്രങ്ങൾ വരച്ച മൺപാത്രങ്ങളാണ് നമ്മൾ കണ്ടെത്തിയിട്ടിരിക്കുന്നതെങ്കിൽ, അല്ലെ, ഇങ്ങനെയുള്ള ആ ഒരു മൺപാത്രങ്ങളാണ് നമ്മൾ കണ്ടെത്തിയിരിക്കുന്നതെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? നമുക്ക് പറയാൻ പറ്റും ഇത്ര വർഷം പഴക്കമുള്ളതാണെന്ന് പറയാൻ പറ്റും, അല്ലെ. എത്ര വർഷം പഴക്കമുള്ള കാര്യങ്ങളാണ് നമുക്ക് പറയാൻ പറ്റും. ഒരു സെക്കൻഡ്. അപ്പൊ നമ്മൾ പറഞ്ഞ ഈ കുടങ്ങൾ കിട്ടുന്നതിന്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ പെയിന്റ് അടിച്ചിട്ടുള്ള ചില കുടങ്ങൾ, ചിത്രപ്പണികൾ ചെയ്ത സംഭവങ്ങളൊക്കെ കിട്ടും. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ നഗരങ്ങളുടെ കാലഘട്ടമൊക്കെ നിർണ്ണയിക്കാനായിട്ട് സാധിക്കും. അത്തരത്തില് ഈ പെയിന്റഡ് ഗ്രേവിയർ എന്നൊക്കെ പറഞ്ഞൊരു സംഭവം, അതായത് ഈ മൺപാത്രങ്ങളാണ്, അതിന്റെ കളറിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇത് പറയുന്നത്. ഗ്രേ എന്ന് വെച്ചാൽ നമുക്കറിയാൻ പറ്റും, ഇച്ചിരി നരച്ച പച്ച നിറത്തോട് കൂടിയിട്ടൊക്കെയുള്ള കുടങ്ങളൊക്കെ കിട്ടും. അതിലെന്തായിരിക്കും? പെയിന്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ പെയിന്റ് ചെയ്ത കാലത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന കുടം കിട്ടിയത് ഏത് കാലഘട്ടത്തിലാണ്? ഇത്രയ്ക്ക് ഭംഗിയുള്ള കുടങ്ങളൊക്കെ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ അവർ പെയിന്റിങ്ങിൽ അല്ലെങ്കിൽ ചിത്രവിദ്യയിലൊക്കെ അതീവ താല്പര്യമുള്ള ആൾക്കാരായിരിക്കണം, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നല്ല ധാരണയുള്ളവരായിരിക്കണം എന്നൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, അല്ലെ. അപ്പൊ നമ്മൾ നോക്കിയാൽ ഈ BC 300 കാലഘട്ടത്തിൽ രൂപം കൊണ്ട നഗരങ്ങൾ തമ്മിൽ സാംസ്കാരികമായിട്ടുള്ള വ്യത്യാസങ്ങൾ എന്നാണ് നമ്മൾ പറയുന്നത്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഈ കണ്ടുകിട്ടിയിരിക്കുന്ന കുടങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പറയുന്നത് ഇവർ തമ്മിൽ സാംസ്കാരികമായിട്ട് പലതരത്തിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഓരോ പ്രദേശങ്ങളിലും കണ്ടെത്തിയിരിക്കുന്ന ആ കുടങ്ങളിലുള്ള ചിത്രങ്ങൾ വെച്ച് നോക്കാൻ നേരത്ത് ഇപ്പൊ നമ്മുടെ കേരളത്തിൽ നിന്നൊരു കുടം കിട്ടിക്കഴിഞ്ഞാൽ കേരളത്തിൽ നമുക്ക് കിട്ടിയ ആ പെയിന്റ് ആയിരിക്കത്തില്ല എവിടെ, നമ്മുടെ ബംഗാളിൽ നിന്ന് കിട്ടുന്ന കുടത്തിലുണ്ടായിരിക്കുന്നത്. അപ്പൊ ബംഗാളിൽ ഉണ്ടായിരുന്ന ഒരു സാംസ്കാരിക രീതിയും കേരളത്തിലുണ്ടായിരുന്ന സാംസ്കാരിക രീതിയും വെവ്വേറെ ആയിരുന്നെന്നും നഗരങ്ങൾ ആ കാലത്തുണ്ടായിരുന്ന നഗരങ്ങൾ തമ്മിലുള്ള സാംസ്കാരിക വൈജാത്യങ്ങൾ ഇപ്രകാരമായിരുന്നു എന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ് ഈ പെയിന്റ് ചെയ്തിട്ടുള്ള പരിപാടി എന്ന് പറയുന്നത്. പത്രത്തിൽ ഗംഗാ സമുദ്രങ്ങളിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്, അല്ലെ. എവിടെ നിന്നൊക്കെയാണ് ഇത്തരത്തിലുള്ള കുടങ്ങൾ കിട്ടിയിട്ടുള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം. ഈ കുടങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവിടെയുള്ള ആൾക്കാർ കുടം നിർമ്മിക്കുന്നതിലും കുടത്തിന് പെയിന്റ് അടിക്കുന്നതിലും കുടം ഉപയോഗിച്ചുകൊണ്ട് വെള്ളം കോരുന്നതിലും ഒക്കെ കഴിവുള്ള ആൾക്കാരായിരുന്നു, അല്ലെ. അപ്പൊ അതാണ് കുടം നിർമ്മിക്കുക എന്ന് പറയാൻ നേരത്ത് കുറച്ച് ബ്രെയിനുള്ള ആളുകൾക്കെങ്കിലും പറ്റുള്ളൂ, അതാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഗംഗാ സമതലങ്ങളുടെ ഭാഗത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്, അല്ലെ. അതായത് പടിഞ്ഞാറൻ ഗംഗാ സമുദ്രം എന്ന് പറയാൻ നേരത്ത് നമ്മുടെ പഞ്ചാബിനോട് ചേർന്ന് വരുന്ന, പഞ്ചാബ് എന്ന് പറയാൻ പറ്റില്ല, ഡൽഹി പ്രദേശത്തോടൊക്കെ ചേർന്ന് വരുന്ന പ്രദേശങ്ങളിൽ നമുക്ക് കിട്ടുന്നുണ്ട്, അല്ലെ. ഇനി അതേപോലെ തന്നെ നോക്കിയാല് കിഴക്കൻ പ്രദേശങ്ങളിൽ, പടിഞ്ഞാറൻ പ്രദേശങ്ങളിലുള്ളതിനെയാണ് നമ്മൾ പെയിന്റഡ് ഗ്രേവിയർ എന്ന് പറയുന്നത്. അതായത് ഏകദേശം 1200-400 BC കാലഘട്ടത്തിലുള്ളതാണ് ഈ പെയിന്റഡ് ഗ്രേവിയർ എന്ന് പറയുന്നത്. അത് കണ്ടെത്തിയിരിക്കുന്നതാണ് ഗംഗാതടങ്ങളിൽ, പടിഞ്ഞാറൻ ഗംഗാതടങ്ങളിലാണ് ഇതിനെ നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത്. പിന്നെ നമ്മൾ നോക്കിയാൽ കണ്ടെത്തുന്ന ബ്ലാക്ക് റെഡ് വെയർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ബ്ലാക്ക് റെഡ് വെയർ അതായത് ചുവപ്പും കറുപ്പുമായിട്ടുള്ള ചില മൺപാത്രങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ പ്രദേശങ്ങളിൽ നിന്ന് ഗംഗാ സമതലങ്ങളിലെ കിഴക്കൻ മേഖലയിൽ നിന്നാണ് നമുക്ക് ഇത് കിട്ടിയിരിക്കുന്നത്. അതേപോലെ നോർത്തേൺ ബ്ലാക്ക് പോളിഷ്ഡ് വെയർ എന്ന് പറഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അതായത് കുറച്ച് വടക്ക് അട്ട് മാറിയിട്ട് നോർത്ത് വടക്ക് ഭാഗത്ത് നിൽക്കാത്ത കറുത്ത കുടങ്ങൾ, നല്ല പോളിഷ് ചെയ്ത തിളങ്ങുന്ന കറുത്ത കുടങ്ങളും കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ഒരേ കാലഘട്ടത്തിൽ പലതരത്തിലുള്ള കുടങ്ങൾ പല പല പ്രദേശങ്ങളിൽ നിന്ന് കിട്ടുമ്പോൾ ഓരോ നഗരങ്ങളിലും ഉണ്ടായിരുന്ന ജനങ്ങളുടെ ജീവിത രീതിയും മറ്റുമൊക്കെയാണ് അവിടെ നമുക്ക് ഇത് തെളിവായിട്ട് വരുന്നത് കേട്ടോ.
ഇനി നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം വെച്ചാൽ എന്തെന്നറിയാവോ? ഈ നഗരവൽക്കരണം നമ്മൾ ആദ്യം നോക്കുമ്പോൾ നമ്മുടെ ഇൻഡസ് വാലി സിവിലൈസേഷന്റെ കാലഘട്ടത്തിൽ നമ്മൾ പറഞ്ഞിരുന്നത് എവിടെയായിരുന്നു? നമ്മുടെ സപ്തസിന്ധ്വാന എന്ന് പറഞ്ഞൊരു പ്രദേശമാണ്. അതായത് പഞ്ചാബിനോട് ചേർന്ന് ഒഴുകുന്ന ആ നദികളും ഈ ഒരു മേഖലയിലായിരുന്നു നഗരവൽക്കരണം നടന്നതെന്നാണ് നമ്മൾ പറഞ്ഞത്. പക്ഷെ നമ്മൾ ഇപ്പൊ നോക്കുന്ന ആ ഒരു കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ എന്താണ്? സിന്ധു നദിയിൽ നിന്ന് പതുക്കെ പതുക്കെ ഈ പറയുന്ന നഗരങ്ങൾ കിഴക്ക് ഗംഗ നദീതടത്തിലേക്ക് വരുന്നൊരു കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതിന് എന്താണ് അത്തരത്തിൽ ഈ ഒരു നഗരങ്ങളുടെ ഗതിമാറ്റത്തിന് സാധ്യത എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ സിന്ധു നദി എന്ന് പറയുന്ന മേഖല അത് ഗതി മാറി ഒഴുകി. അതായത് ഇപ്പൊ നമ്മൾ കാണുന്ന സ്ഥലത്ത് കൂടി ആയിരുന്നില്ല സിന്ധു നദി ഒഴുകിക്കൊണ്ടിരുന്നതെന്ന് പറയുമ്പോൾ, സിന്ധു നദി കുറെ കൂടി പടിഞ്ഞാറേക്ക് ഗതി മാറി ഒഴുകി. അതുകൊണ്ട് സംഭവിച്ചു, ആ സിന്ധു നദിയുടെ കിഴക്കൻ പ്രദേശങ്ങളിൽ വരൾച്ച ഉണ്ടായപ്പോൾ ആൾക്കാർ എന്ത് ചെയ്തു? അവർ വീണ്ടും കിഴക്കോട്ട് വന്നു. അങ്ങനെ ഈ സിന്ധു നദിയുടെ കിഴക്ക് ഭാഗത്ത് താമസിച്ചിരുന്ന ആൾക്കാർ കൂടുതൽ കിഴക്കോട്ട് വരാൻ തുടങ്ങി. അങ്ങനെ അവർ ഗംഗാ നദിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രദേശങ്ങളിൽ വരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് നമ്മുടെ കിഴക്കൻ മേഖലയിൽ എന്ത് പറയുന്നത് ആ പുതിയ സംസ്കാരം വരുന്നത്. അത് ഏകദേശം ശരി തന്നെയല്ല. നമ്മൾ നോക്കിയാല് ആ ഹരിയാന, രാജസ്ഥാൻ, ഗുജറാത്ത് മേഖലയിലൊക്കെ എങ്ങനെയുള്ള പ്രദേശമാണ്? മരുഭൂമി പ്രദേശമല്ല. അപ്പൊ അവിടെ വരൾച്ച ഉണ്ടായപ്പോൾ അവിടെയുള്ള ആൾക്കാർ കിഴക്കോട്ട് വന്നതുകൊണ്ടാണ് ഈ പറയുന്ന നഗരങ്ങൾ കിഴക്കൻ മേഖലയിൽ ഉത്ഭവിച്ചത് അല്ലെങ്കിൽ ഉടലെടുത്തത് എന്നുള്ള ഒരു കാഴ്ചപ്പാട് വളരെ ശരിയായിട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇങ്ങനെ നഗരങ്ങള് കാലഘട്ടങ്ങളിൽ രൂപം കൊണ്ടുവന്നാണ് പറയുന്നത്. അപ്പൊ നഗരങ്ങൾ രൂപം കൊണ്ട കാലഘട്ടം നമ്മൾ പറഞ്ഞിരുന്നല്ലേ, പുരാതന നഗരങ്ങൾ എന്ന് പറഞ്ഞു. ഈ പുരാതന നഗരങ്ങൾ എന്ന് പറയുമ്പോൾ ഏകദേശം ഏതായിരിക്കാം? നമ്മുടെ പാടലിപുത്രം എന്ന് പറയുന്ന, അല്ലെ മധുര എന്ന് പറയുന്ന, അലഹബാദ് എന്ന് പറയുന്ന, കാശി എന്ന് പറയുന്ന ഇതിനെയൊക്കെയാണ് പുരാതന നഗരങ്ങളെന്ന് ശ്രേണിയിൽപ്പെടുത്തിയിരിക്കുന്നത്. ഏകദേശം 2000-ഓളം വർഷം പഴക്കമുള്ള നഗരങ്ങളാണ് ഈ നഗരങ്ങളായിട്ട് നമ്മൾ പറയുന്നത്, അല്ലെ? പിന്നെ സാംസ്കാരിക കേന്ദ്രങ്ങളായിട്ടാണ് ഇത് വളർന്നു വന്നതെന്ന് നമുക്കറിയാം. നമ്മുടെ ഒരു സാംസ്കാരിക കേന്ദ്രമായിട്ടാണ് ഇതിനെയൊക്കെ നമ്മൾ കണക്കാക്കുന്നതെന്നറിയാം. പിന്നെ പ്രവിശ്യകളുടെയും നാട്ടുരാജ്യങ്ങളുടെയും ആസ്ഥാനമായിട്ട് വികസിച്ചു വന്ന നഗരങ്ങളുണ്ട്, അല്ലെ? പ്രവിശ്യകളുടെയും നാട്ടുരാജ്യങ്ങളുടെയും ഒക്കെ ആസ്ഥാനമായിട്ട് വികസിച്ചു വന്ന നഗരങ്ങളുണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മധ്യകാല നഗരങ്ങൾ എന്ന് വിളിക്കുന്നത് അതിനെയാണ്. പ്രവിശ്യകളുടെയും അതേപോലെ നാട്ടുരാജ്യങ്ങളുടെയും ഒക്കെ ആസ്ഥാനമായിട്ട് വികസിച്ചു വന്ന നഗരങ്ങളുണ്ട്. അതിനെയാണ് മധ്യകാല നഗരങ്ങൾ എന്ന പേരിട്ടുകൊണ്ട് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. പിന്നെ ഈ മധ്യകാല നഗരങ്ങൾക്ക് ഉദാഹരണമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കുറച്ച് പ്രദേശങ്ങളുണ്ട്. മധ്യകാല നഗരങ്ങൾക്ക് ഉദാഹരണമായിട്ട് പറയാൻ പറ്റുന്ന ഒരു ജയ്പൂര്. ഇപ്പൊ നമ്മൾ ജയ്പൂരിൽ സവായ് മാൻസിംഗിന്റെ ഒക്കെ നേതൃത്വത്തിലുള്ള കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ ഹവായ് മഹൽ എന്നൊക്കെ പറഞ്ഞുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? അപ്പൊ ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം, അല്ലെ? ഇപ്പൊ ജയ്പൂരുണ്ട്, ഡൽഹി എന്നൊക്കെ പറയാൻ നേരം നമുക്കറിയാം അക്ബറിന്റെ കാലത്ത് രൂപീകരിക്കപ്പെട്ടത്, അതല്ലെങ്കിൽ ലോധി വംശത്തിലെ സുൽത്താൻമാരുടെ കാലത്ത് രൂപീകരിക്കപ്പെട്ടത്, തുഗ്ലക്കുമാരുടെ കാലഘട്ടത്തിൽ രൂപീകരിക്കപ്പെട്ടത്, അങ്ങനെ ഓരോരോ ഭരണാധികാരികളുടെ കാലഘട്ടത്തിൽ രൂപീകരിക്കപ്പെട്ട ഒരുപാട് സംവിധാനങ്ങളൊക്കെ ഇവിടെയുണ്ട്, അല്ലെ? ഹൈദരാബാദ് ചാർമിനാർ പോലുള്ള സംവിധാനങ്ങളൊക്കെ, കുലി കുത്തബ് ഷായുടെയൊക്കെ ചാർമിനാർ. അപ്പൊ ഹൈദരാബാദ്, ജയ്പൂർ, ലക്നൗ, ആഗ്ര, നാഗപ്പൂർ ഇങ്ങനെ രൂപീകരിക്കപ്പെട്ടു വന്ന നഗരങ്ങളെയാണ് നമ്മൾ മധ്യകാല നഗരങ്ങൾ എന്ന് പറഞ്ഞു വീണ്ടും വിളിക്കുന്നത്, അല്ലെ? ഇനിയോ ബ്രിട്ടീഷുകാരും യൂറോപ്യന്മാരുടെയും കാലഘട്ടത്തിൽ ഇന്ത്യയിൽ വികസിപ്പിച്ച പട്ടണങ്ങൾ, അല്ലെങ്കിൽ അവർ വികസിപ്പിച്ചെടുത്ത പട്ടണങ്ങളെയാണ് ആധുനിക പട്ടണങ്ങൾ എന്ന് പേരിട്ടുകൊണ്ട് വിശേഷിപ്പിക്കുന്നത്. അതിനെയാണ് നമ്മൾ സൂററ്റ് എന്നും, അല്ലെ? ദാമൻ, ദിയു, ഗോവ, പുതുച്ചേരി, അല്ലെ? മുംബൈ, ചെന്നൈ, കൊൽക്കത്ത എന്നൊക്കെ പറയുന്നത് ഇത്തരത്തിൽപ്പെട്ട നഗരങ്ങളെയാണ്. അപ്പൊ ഒന്ന് നോക്കണം, ഈ ആധുനിക കാലത്ത് ഇത്രയും നഗരങ്ങൾ, അതായത് ഏത് കാലഘട്ടത്തിലാണ് നഗരങ്ങൾ കൂടുതൽ രൂപീകരിക്കപ്പെട്ടെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും ആധുനിക കാലത്താണ് നഗരങ്ങൾ രൂപീകരിക്കപ്പെട്ടെന്ന് പറയാൻ പറ്റും, അല്ലെ? ആധുനിക കാലഘട്ടത്തിൽ നഗരങ്ങൾ രൂപീകരിക്കപ്പെടുമ്പോൾ ഇത്രയേറെ നഗരങ്ങൾ രൂപീകരിക്കപ്പെടാൻ എന്തായിരിക്കും കാര്യം? മറ്റേ കാര്യങ്ങള് വ്യവസായ വിപ്ലവം എന്നാണ് പറയുന്നത്. അപ്പം ഈ രണ്ടാം നഗരവൽക്കരണത്തിന്റെ പ്രധാനപ്പെട്ട കാരണമായിട്ട് കണക്കാക്കുന്നത്, രണ്ടാമത്തെയും മൂന്നാമത്തെയും നഗരവൽക്കരണത്തിന്റെ പ്രധാനപ്പെട്ട കാരണം, അല്ലെങ്കിൽ ആധുനിക നഗരങ്ങളുടെ രൂപവൽക്കരണത്തിന് പ്രധാനപ്പെട്ട കാരണമായിട്ട് നമുക്ക് പറയാൻ പറ്റുക ഈ വ്യവസായ വിപ്ലവമാണ്. വ്യവസായ വിപ്ലവത്തിന്റെ ഭാഗമായിട്ട് ഈ ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലാണ് വ്യവസായ വിപ്ലവം ഉണ്ടായത്. അതായത് അസംസ്കൃത വസ്തുക്കൾ ഇവര് പല രാജ്യങ്ങളിൽ നിന്ന് ശേഖരിച്ചു കൊണ്ടുവന്നിട്ട് യന്ത്രങ്ങളുടെ സഹായത്തോട് കൂടിയിട്ട് ഉൽപ്പാദിപ്പിക്കും. അപ്പൊ കൂടുതൽ ഉൽപാദനം ഉണ്ടാകുമ്പോൾ അത് ഇവർക്ക് വിറ്റഴിച്ചേ മതിയാവുകയുള്ളൂ. അങ്ങനെ വിൽക്കാൻ വേണ്ടിയിട്ട് ഇവരെന്ത് ചെയ്യുന്നു? ഇവര് ഓരോരോ പ്രദേശങ്ങളിലേക്ക് ചെല്ലുന്നു, ആ പ്രദേശങ്ങൾ കോളനികളാക്കുന്നു, കോളനികൾ ഇവർ ഭരിക്കാൻ തുടങ്ങുന്നു. ആ ഭരിച്ചു വരുന്ന കോളനികളുടെ ഭാവി എപ്രകാരമായിരിക്കണമെന്ന് ഇവർ ഡിസൈഡ് ചെയ്യുന്നു. ഇവരുടെ ആളുകളോടെ ഭരിക്കുന്നു, ഭരിക്കുന്നവർക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? അവരുടെ നാട്ടിൽ ഇതുപോലുള്ള വൻ നഗരങ്ങൾ ഉണ്ടാക്കുന്നു. അങ്ങനെ കോളനിവൽക്കരണത്തിന്റെയും വ്യവസായ വിപ്ലവത്തിന്റെയും സാമ്രാജ്യത്വവൽക്കരണത്തിന്റെയും ഭാഗമായിട്ടാണ് ഈ നഗരവൽക്കരണം ഉണ്ടായതെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്, അതായത് വ്യവസായ വിപ്ലവം വന്നു കഴിഞ്ഞപ്പോൾ യന്ത്ര സാമഗ്രികൾ കൂടുതൽ വന്നല്ലോ. അപ്പൊ കാർഷിക മേഖലയിൽ യന്ത്ര സാമഗ്രികൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ വന്നു. തൽഫലമായിട്ട് എന്താണ്? കാർഷിക വ്യവസ്ഥയിൽ ആധുനികവൽക്കരണം ഉണ്ടായി. ആധുനികവൽക്കരണം ഉണ്ടായപ്പോൾ എന്തായി? ഇവിടെ യന്ത്രങ്ങൾ കൂടുതൽ പണിയെടുക്കും, തൊഴിലെടുക്കേണ്ടവരുടെ എണ്ണം കുറഞ്ഞു. അതായത് 100 പേര് പണിയെടുത്തിരുന്ന പാടശേഖരങ്ങളിൽ ഇപ്പോ ഈ ട്രാക്ടർ വന്നപ്പോൾ എന്താ സംഭവിച്ചു?
കാളയും മാറി, കലപ്പയും മാറി, നിലവിടുന്ന ആൾക്കാരുടെ എണ്ണവും കുറഞ്ഞു. മെലിയന്ത്രം വന്നപ്പോൾ എന്തായി? എണ്ണം കുറഞ്ഞു. അപ്പൊ ഈ എണ്ണം കുറയുമ്പോൾ ഈ മിച്ചം വരുന്ന ആൾക്കാർ, അതായത് ഈ കാർഷിക മേഖലയിൽ നിന്നും യന്ത്രവൽക്കരണം വരുമ്പോൾ അധികമായിട്ട് വരുന്ന ആളുകൾ എന്ത് ചെയ്യേണ്ടി വരും? അവർ മറ്റേതെങ്കിലും തൊഴിൽ മേഖലയിലേക്ക് ചേക്കേറേണ്ടതായിട്ട് വരും. അങ്ങനെ ഈ യന്ത്രവൽക്കരണം കാർഷിക മേഖലയിൽ വന്നതോട് കൂടിയിട്ട് ആളുകൾ തൊഴിൽ അന്വേഷിച്ചുകൊണ്ട് തൊഴിലിടങ്ങളിൽ തേടി യാത്രയായി. അങ്ങനെ തൊഴിലിടങ്ങൾ തേടി യാത്രയായ ആൾക്കാർ അവരുടെ തൊഴിൽ തേടി എത്തിയത് എവിടെയാണ്? നഗരങ്ങളിലാണ് എത്തിയത്. അങ്ങനെ പതുക്കെ പതുക്കെ എന്തായി? നഗരങ്ങൾ വളർന്നു വരികയാണ്. ഈ നഗരങ്ങളിലാണ് ആദ്യമായിട്ട് ഗതാഗത സംവിധാനങ്ങൾ വരുന്നത്. ഇപ്പൊ നമ്മൾ നോക്കിയാൽ റിമോട്ട് ഏരിയ, നമുക്കറിയാം നമ്മുടെയൊക്കെ വീടുകളിലേക്ക് ചിലപ്പോൾ ഒരു ബസ് ടൗണിൽ നിന്ന് എപ്പോഴായിരിക്കും? വലിയ പാടാണ്, കുറവായിരിക്കും. എന്നാൽ ഈ ടൗണിൽ തന്നെയാണെന്നുണ്ടെങ്കിലോ ഓരോ മിനിറ്റിൽ ചിലപ്പോൾ 5-10 സെക്കൻഡ് കൂടുമ്പോൾ ഓരോ വണ്ടിയും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും, അല്ലെ? അതാണ് ഈ നഗരവും നാടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. പിന്നെ ഈ നഗരവൽക്കരണം വന്നു കഴിഞ്ഞപ്പോൾ എന്തായി? പ്രാദേശികമായിട്ട് അവിടെയുള്ള ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് പ്രാദേശിക ഭരണകൂടങ്ങൾ രൂപീകരിക്കേണ്ടതിന്റെ ആവശ്യകത ഉയർന്നു വരികയാണ്. അതായത് നമ്മുടെ അതാത് കാലഘട്ടങ്ങളിൽ ഭരണഘടനകളുണ്ട്. ഇപ്പൊ മൗര്യന്മാര് ഭരിക്കണം, മൗര്യന്മാരുടേതായിട്ടുള്ള ഒരു ഭരണഘടനാ സംവിധാനമുണ്ട്. മുഗളന്മാര് ഭരിക്കണം, മുഗളന്മാരുടെ ഭരണഘടനാ സംവിധാനമുണ്ട്. ബ്രിട്ടീഷുകാർ ഭരിക്കണം, അവരുടേതായ ഭരണഘടനാ സംവിധാനമുണ്ട്. അപ്പോൾ ആരാണോ ഭരിക്കുന്നത് ആ ഭരിക്കുന്ന ഭരണകൂടത്തിന് ഒരു നിശ്ചിത ഭരണ വ്യവസ്ഥ ഉണ്ടാകും. ആ ഭരണ വ്യവസ്ഥ അനുസരിച്ച് ജനങ്ങൾക്ക് വേണ്ടുന്ന ക്ഷേമകാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ നഗരങ്ങൾ കേന്ദ്രമാക്കിയിട്ട് നഗര ഭരണകൂടങ്ങൾ പതുക്കെ പതുക്കെ വരികയാണ്. അങ്ങനെ വന്ന ആ ഭരണകൂടങ്ങളെയാണ് നമ്മൾ അർബൻ ലോക്കൽ ഗവൺമെന്റുകൾ എന്ന് പേരിട്ടുണ്ട് വിശേഷിപ്പിച്ചത്. നഗരങ്ങളിലാണെങ്കിൽ നഗരത്തലവൻ, ഗ്രാമങ്ങളിലാണെങ്കിൽ ഗ്രാമത്തലവൻ. പക്ഷെ അവരറിയപ്പെട്ടിരുന്നവർ അർബൻ ലോക്കൽ ഗവേണിംഗ് ബോഡീസ് എന്ന പേരിലായിരുന്നു ഇവര് അറിയപ്പെട്ടിരുന്നത്. അല്ലെങ്കിൽ ഇതിനെ നമ്മൾ അർബൻ ലോക്കൽ ബോഡീസ് എന്ന് പേരിട്ടുണ്ടായിരുന്നു വിശേഷിപ്പിച്ചിരുന്നത്. അപ്പൊ നമ്മുടെയൊക്കെ രാജ്യം നമുക്കറിയാം. നമ്മുടെ രാജ്യം എന്ന് വെച്ചാൽ ഇന്ത്യ പോലുള്ള രാജ്യമാണ്. ഒരുപാട് ജനസംഖ്യ ഉള്ളതാണ്. കൂടുതലും ജനങ്ങൾ ഗ്രാമങ്ങളിലാണുള്ളത്. ഗ്രാമങ്ങളിൽ നിന്ന് ജനങ്ങൾ നഗരങ്ങളിലേക്ക് എത്തിപ്പെട്ടൊരു കാലഘട്ടം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരുടെ ഭരണകാലഘട്ടമാണ്. അതിനെ ജനങ്ങളെ പ്രേരിപ്പിച്ച ഘടകം എന്ന് വെച്ചാൽ കാർഷിക വ്യവസ്ഥ മുച്ചൂടും മുടിഞ്ഞുപോയതാണ്. കാർഷിക മേഖലയെ ബ്രിട്ടീഷുകാരെന്താണ് മൊത്തത്തിൽ മുടിപ്പിച്ച് നശിപ്പിച്ച് നാറാണക്കൽ പിടിപ്പിച്ചു കളഞ്ഞു. അതുകൊണ്ട് ജനങ്ങൾ തൊഴിൽ തേടി ഈ നഗരങ്ങളിലേക്ക് കുടിയേറിപ്പാർത്താണ് നമ്മുടെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നഗരവൽക്കരണത്തിന്റെ കാരണമായിട്ട് പറയുന്നത്. എന്നാലും എല്ലാ പ്രദേശങ്ങളിലും അങ്ങനെ ഉണ്ടായില്ല. അതായത് കാർഷിക ഭൂമി കൂടുതലുള്ള സ്ഥലങ്ങളിൽ ജനങ്ങൾ കാർഷിക മേഖലയിൽ തന്നെ നിന്നു. വനപ്രദേശങ്ങൾ കൂടുതലുള്ള ഭൂമിയിൽ ജനങ്ങൾ വനവിഭവങ്ങളെ തന്നെ ആശ്രയിച്ചു നിന്നു. അതുകൊണ്ടാണ് നമ്മുടെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് എന്ന് പറയുന്ന പ്രദേശങ്ങളിലുള്ള ജനസംഖ്യ ഇപ്പോഴും എന്താണ് നഗരവൽക്കരണത്തിൽ അകപ്പെടാതെ അവരിപ്പോഴും എന്താണ് ആ ഒരു ഗ്രാമീണ ജീവിതം തന്നെ നയിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം അത് തന്നെയാണ് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ഇന്ത്യയിലെ പ്രാദേശിക നഗരങ്ങളുടെ ചരിത്രമൊക്കെ ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുന്നതായിരിക്കാം. ആരംഭകാലം മുതൽ ഈ നഗരഭരണത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റാണ്. എന്തായിരുന്നു? ജലവിതരണവും ശുചിത്വവുമാണ്. അപ്പൊ ജലവിതരണവും ശുചിത്വവും അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുക. അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുക, അതായത് ആഹാരം, വസ്ത്രം, പാർപ്പിടം, സുരക്ഷ, സ്വാതന്ത്ര്യം എന്നിങ്ങനെയുള്ള അടിസ്ഥാന ആവശ്യങ്ങളും അതിനു പുറമെ എന്താണ്? ജലവിതരണം, ശുചിത്വം, ഇതൊക്കെ നിറവേറ്റുക. ഇതിനൊക്കെയായിരുന്നു ആദ്യകാലത്ത് നമ്മുടെ നഗരഭരണം എന്നത് കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നത് കേട്ടോ. നമ്മൾ പഴയ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ മൗര്യ സാമ്രാജ്യ കാലഘട്ടത്തിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് നഗരഭരണം നടത്തുന്നതിന് വേണ്ടിയിട്ട് 6 അംഗങ്ങളുള്ള സമിതികൾ ഉണ്ടായിരുന്നു. 6 അംഗങ്ങൾ വീതമുള്ള സമിതികൾ. അതായത് ഒരു ഗ്രൂപ്പ് ഉണ്ടാവും. നമ്മൾ ഇന്ന് പറയുന്നില്ല ഒരു എക്സിക്യൂട്ടീവ് കൗൺസിൽ എന്ന് പറയുന്നില്ല. അത്തരത്തിൽ ഈ മൗര്യ സാമ്രാജ്യം, അതായത് മൗര്യ സാമ്രാജ്യം എന്ന് പറയുമ്പോൾ നമ്മുടെ അശോകന്റെയൊക്കെ സാമ്രാജ്യമാണ് മൗര്യ സാമ്രാജ്യം എന്ന് പറയുന്നത്. ആ മൗര്യ സാമ്രാജ്യമൊക്കെ ഭരിക്കുന്നതിന് വേണ്ടിയിട്ട് ചാണക്യന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കപ്പെട്ടിട്ടുള്ള പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള സിസ്റ്റം ഉണ്ടല്ലോ, നമ്മൾ പറഞ്ഞില്ലായിരുന്നു. അതായത് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, സോഷ്യൽ ജസ്റ്റിസ്, എക്കണോമിക്സ് എന്നിവയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആദ്യത്തെ ബുക്ക്, ദ ഫസ്റ്റ് റിട്ടൺ ഡോക്യുമെന്റ് റിലേറ്റഡ് ടു പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എക്കണോമിക് എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലായിരുന്നോ? അത് ഈ പറയുന്ന അർത്ഥശാസ്ത്രമാണ്. ഈ അർത്ഥശാസ്ത്രത്തിലാണ് നഗരഭരണത്തെ കുറിച്ചും വ്യക്തമായിട്ട് പ്രതിപാദിക്കുന്നത് കേട്ടോ. അതേപോലെ നമ്മൾ നോക്കിയാൽ ഈ മുഗൾ കാലഘട്ടങ്ങളിലാണ് നമ്മൾ പഠിച്ചത് അല്ലെ? കൊട്ടുവാൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാള്, കൊത്തുവാൾ. അതായത് കോട്ടകൾ സംരക്ഷിക്കുക, കോട്ടയ്ക്കുള്ളിൽ ജനങ്ങൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുക, അവരുടെ ജീവനും സുരക്ഷയും സ്വത്തിനുമെല്ലാം സംരക്ഷണം കൊടുക്കുന്ന വ്യക്തിയാണ് കൊത്തുവാൾ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ കൊത്തുവാൾ എന്ന് പറയുന്നത് ഇവിടെ നടത്തിയിരുന്നു. അപ്പൊ ഇതിന് ഇത്തരത്തിൽ സംരക്ഷണം ലഭിക്കുന്നതിന് ജനങ്ങൾ എന്ത് ചെയ്യേണ്ടി വരുമായിരുന്നു? ജനങ്ങൾ ചെറിയ ചെറിയ നികുതികൾ കൊടുക്കണമായിരുന്നു. ഈ നഗരത്തിനകത്തേക്ക് കൊണ്ടുവരുന്ന സാധനത്തിനൊരു നികുതി, നഗരത്തിന് പുറത്തേക്ക് കൊണ്ടുപോകുന്ന സാധനത്തിനൊരു നികുതി, ജനങ്ങൾ അവിടുത്തെ പ്രാദേശിക ചന്തകളിൽ നിന്ന് വാങ്ങിക്കുന്ന സാധനങ്ങൾക്കെല്ലാം എന്താണ് ചെറിയ വിൽപ്പന നികുതി. അതായത് കൊടുക്കൽ വാങ്ങലുകളും ഓണർഷിപ്പിനും എല്ലാം എന്താണ് നികുതി എന്ന് പറഞ്ഞൊരു സമ്പ്രദായം ഏർപ്പെടുത്തിയിട്ടായിരുന്നു ഈ നഗരഭരണ സമ്പ്രദായത്തിലെ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് കേട്ടോ. ഇത് നമ്മൾ ഇന്ന് കാണുന്ന രീതിയിലുള്ള നഗരഭരണ സംവിധാനവും നഗരസഭകളും ഒക്കെ എന്നാണ് രൂപീകരിക്കപ്പെട്ടതെന്ന് വെച്ചാൽ ആദ്യമായിട്ട് 1681 കേട്ടോ. ജോസിയ ചൈൽഡ് എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ട്, ജോസിയ ചൈൽഡ്.
1681 കേട്ടോ. 1681 ജോസിയ ചൈൽഡ് എന്ന് പറയുന്ന ഒരു വ്യക്തി എന്ത് ചെയ്യുന്നത്, ഒരു മദ്രാസ് എന്ന് പറയുന്ന നമ്മുടെ നഗരസഭ രൂപീകരിക്കുന്നത്. അപ്പൊ മദ്രാസ് നഗരസഭ രൂപീകരിക്കപ്പെട്ടത് എന്നാണ് അല്ലെ, മദ്രാസ് നഗരസഭ രൂപീകരിക്കപ്പെട്ടത് 1681. അതായത് ജോസിയ ചൈൽഡ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ ഇത് സംവിധാനമായിട്ട് കൊണ്ടുവരുന്നത്. മദ്രാസിന്റെ ഗവർണറായിട്ടുണ്ടായിരുന്ന ജോസിയ ചൈൽഡ് എന്ന് പറഞ്ഞ വ്യക്തിയാണ് മദ്രാസിൽ ഒരു ഇന്ന് കാണുന്ന രീതിയിലുള്ള ഒരു നഗരസഭയൊക്കെ കൊണ്ടുവരുന്നത് അല്ലെ. പിന്നെന്താണ്, പതുക്കെ പതുക്കെ ജെയിംസ് രണ്ടാമൻ രാജാവാണ് ഈ ഒരു ചാർട്ടർ പുറപ്പെടുവിക്കുന്നത്. അദ്ദേഹം എന്ത് ചെയ്തു, മദ്രാസിലെ കോർപ്പറേഷനും അതുപോലെ തന്നെ മേയറുടെ ഒരു കോർട്ട് സ്ഥാപിക്കാനായിട്ട് കമ്പനി അധികാരപ്പെടുത്തി. അങ്ങനെ 1687 അല്ലെ ഒരു കോർട്ട്, ഒരു മേയറുടെ ഒരു കോർട്ട് വേണമെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ എന്തായിരിക്കാം, ഒരു കോർപ്പറേഷൻ സ്ഥാപിക്കാനായിട്ട് അദ്ദേഹം എന്ത് ചെയ്യുകയാണ്, ഒരു ഉത്തരവിട്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ ചുമതലപ്പെടുത്തുകയാണ് ചെയ്തത് കേട്ടോ. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ ചുമതലപ്പെടുത്തുന്നു. അതായത് നമ്മൾ ഇന്ന് കാണുന്ന രീതിയിലുള്ള ഒരു സംവിധാനം 1681 ജോസിയ ചൈൽഡ് എന്ന് പറഞ്ഞൊരു വ്യക്തി കൊണ്ടുവന്നു. അതിനെ ജെയിംസ് രണ്ടാമൻ അല്ലെ, ജെയിംസ് രണ്ടാമൻ രാജാവിന്റെ ഒരു അംഗീകാരം കിട്ടി. ആ അംഗീകാരമാണ് മദ്രാസിലെ ഒരു കോർപ്പറേഷനും മേയറുടെ ഓഫീസും പൊതുഭരണ സംവിധാനവും പൊതുമരാമത്തും എല്ലാം കൂടി കൊണ്ടുവരിക എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ഒരു ഉത്തരവ് വരുന്നു. അങ്ങനെ എന്താണ്, പതുക്കെ പതുക്കെ നികുതി പിരിക്കാനുള്ള അധികാരവും ഈ മേയറിനെ ചുമതലപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഓർഡറാണ് ജെയിംസ് രണ്ടാമൻ രാജാവ് ഇട്ടത്. അങ്ങനെ പതുക്കെ ഇംഗ്ലണ്ടിലേതിന് തുല്യമായിട്ടുള്ള ഒരു നഗരസഭ ആദ്യമായിട്ട് ഇവിടെ രൂപീകരിക്കപ്പെടുകയാണ് കേട്ടോ. പിന്നീട് കാലാന്തരത്തിൽ 1726 അടുത്ത നഗരസഭകൾ വരുന്നു. 1726 നമ്മൾ കാണുന്ന അല്ലെ കൽക്കട്ട അല്ലെ, ബോംബെ. ഇപ്പൊ കൽക്കട്ടയിലും ബോംബെയിലും ഒക്കെ എന്തായിരിക്കാം, മേയർ കോർട്ട് എന്ന പേരിൽ എന്താണ് പുതിയ നഗരസഭയുടെ ഒരു സംവിധാനങ്ങളെല്ലാം പതുക്കെ പതുക്കെ രൂപീകരിക്കപ്പെട്ടു വരികയാണ്. പിന്നെ 1793 ബ്രിട്ടീഷുകാരുടെ ആക്ട് വന്നപ്പോൾ, ചാർട്ടർ ആക്ട് വന്നപ്പോൾ ഭരണം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് കുറച്ച് അധികാരങ്ങളെല്ലാം ഇവിടെ കൊടുക്കുകയാണ് ചെയ്തത്. അതായത് തെരുവുകളുടെ ശുചീകരണം നടത്തേണ്ടത് കോർപ്പറേഷന്റെ ചുമതലയാണ് അല്ലെ. പിന്നെയോ വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി പണം കണ്ടെത്തണം. പണം കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ അത് നികുതി പിരിക്കണം. അപ്പൊ നികുതി പിരിക്കുക, ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുക, ജലവിതരണം നടത്തുക മുതലായ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് കോർപ്പറേഷന്റെ തനത് ചുമതലയാണ് എന്ന് 1793 ആക്ടുകളിലും ഒക്കെ പതുക്കെ പതുക്കെ പറഞ്ഞപ്പോൾ എന്തായി, ഈ കോർപ്പറേഷന് കുറച്ച് ബലം കൈവരികയാണ് കേട്ടോ. പിന്നെ പതുക്കെ ഈ കോർപ്പറേഷൻ ഭരിക്കാനുള്ള ആൾക്കാരെയൊക്കെ തിരഞ്ഞെടുക്കുന്ന ഒരു സംവിധാനമൊക്കെ വരികയാണ്. അതായത് 1861 കൗൺസിൽസ് ആക്ട് ഉണ്ട്. ഈ ആക്ട് പ്രകാരം കൽക്കട്ടയിലും മദ്രാസിലും ഒക്കെ ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്ന ഒരു രീതി വരികയാണ്. ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുക എന്ന് വെച്ചാൽ എന്താണ്, നമ്മുടെ ഈ കൗൺസിലർമാർ എന്ന് പറഞ്ഞ ആൾക്കാരെ തിരഞ്ഞെടുക്കുന്ന ഒരു രീതി 1861 ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് പ്രകാരം വരികയാണ്. പക്ഷെ അത് പ്രകാരം ഈ ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കാനും ഈ പ്രക്രിയയിൽ പങ്കെടുക്കാനും ഒക്കെ റൈറ്റ് ഉണ്ടായിരുന്നത് ആർക്ക് മാത്രമെന്ന് അറിയാവോ, നികുതി കൊടുക്കുന്ന ആളുകൾക്ക് മാത്രമാണ്. ആരാണ് നികുതി കൊടുത്തിരുന്നത്? നികുതി കൊടുത്തിരുന്നത് എന്ന് വെച്ചാല് ഈ ഭൂമി സ്വന്തമായിട്ടുണ്ടായിരുന്ന ആൾക്കാർ മാത്രമേ നികുതി കൊടുത്തിരുന്നുള്ളൂ. ഭൂമി എത്ര പേർക്ക് സ്വന്തമായിട്ടുണ്ടായിരുന്നു? ഒരു ജന്മിക്ക് കാണും. ആ ജന്മിയുടെ കീഴിൽ 1000-ഓളം കുടിയാന്മാരും കാണും. ഇതായിരുന്നു അന്നത്തെ സമ്പ്രദായം. അപ്പൊ വോട്ടവകാശം വളരെ കുറച്ചു പേർക്ക് മാത്രമേ അന്ന് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ ഇന്ന് കാണുന്ന രീതിയിലുള്ള മുനിസിപ്പാലിറ്റികൾ രൂപീകരിക്കാനായിട്ട് 1842 തീരുമാനമാകുന്നത്. 1842 നമ്മൾ ഇന്ന് കാണുന്ന മുനിസിപ്പാലിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിക്കുന്നത്. അത് ബംഗാളിലാണ് ആദ്യമായിട്ടൊരു ധാരണയാകുന്നത്. ഇപ്പൊ ബംഗാളിലാണ് നമ്മൾ ഇന്ന് കാണുന്ന രീതിയിലുള്ള ഒരു മുനിസിപ്പാലിറ്റിക്ക് രൂപീകരിക്കാനായിട്ട്, അതായത് ബംഗാളിലെ പ്രസിഡൻസി ടൗണുകൾക്ക് വെളിയിൽ, അതായത് പ്രസിഡൻസി ടൗൺ എന്ന് പറയാൻ നേരത്തുണ്ടാകും ബോംബെ പ്രസിഡൻസി, മദ്രാസ് പ്രസിഡൻസി, പിന്നെ ഏതാണ് ഒരു പ്രസിഡൻസി ഉള്ളത്, ബംഗാൾ പ്രസിഡൻസി. ഈ പ്രസിഡൻസി എന്ന് വെച്ചാൽ ഒരു ചുറ്റുവട്ടമാണ്. ഈ ചുറ്റുവട്ടത്തിനകത്ത് മാത്രമായിരുന്നു ആദ്യകാലങ്ങളിൽ ഈ മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനുകളും ഒക്കെ ഉണ്ടായിരുന്നത്. എന്നാൽ 1842 നിയമം വന്നപ്പോൾ ഈ പ്രസിഡൻസിയുടെ പുറത്തുള്ള പ്രദേശങ്ങളിലും നഗരസഭകൾ രൂപീകരിക്കാം എന്ന ഒരു ധാരണ വരികയാണ്. ഇത് പ്രകാരം 1850 കൂടിയിട്ട് എന്തായി, ഇന്ത്യയുടെ പ്രധാനപ്പെട്ട എല്ലാ പ്രദേശങ്ങളിലും, അതായത് ബോംബെയിലും മദ്രാസിലും കൽക്കത്തയിലും അല്ലാതെ ബാക്കിയുള്ള പ്രദേശങ്ങൾ, അതായത് ഡൽഹിയില്, പൂനെയില്, പിന്നെ ഏതൊക്കെ പ്രദേശങ്ങൾ പറയാം നമുക്ക്, ഹൈദരാബാദില്, അങ്ങനെ ഈ പ്രസിഡൻസികൾക്ക് വെളിയിലുള്ള പ്രദേശങ്ങളിലും നഗരസഭകൾ രൂപീകരിക്കാമെന്നുള്ള ഒരു തീരുമാനം 1842 വരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ 1850 ശേഷം പല പ്രദേശങ്ങളും മുനിസിപ്പാലിറ്റികളായിട്ട് മാറ്റപ്പെടുകയാണ് കേട്ടോ. ഇത് ഏറ്റവും കൂടുതൽ പുഷ്കലകാലം എന്ന് പറയുന്നത് നമ്മുടെ റിപ്പൺ പ്രഭു വൈസ്രോയി ആയിട്ടിരുന്ന കാലയളവാണ്. ഈ പറയുന്ന നഗരസഭകൾ ഏറ്റവും കൂടുതൽ രൂപീകരിക്കപ്പെടുന്നതും ആയിക്ക് കൂടുതൽ അധികാരം കിട്ടിയിരുന്നത്. ഇദ്ദേഹത്തിന്റെ കാലഘട്ടമായിട്ട് പറയുന്നത് 1880-84 കാലഘട്ടമാണ് കേട്ടോ. അദ്ദേഹം എന്ത് ചെയ്തു,
ഈ നമ്മുടെ നഗരസഭയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് അദ്ദേഹം പ്രദേശപരമായിട്ടുള്ള ആൾക്കാരെ കൂടി തിരഞ്ഞെടുക്കാം, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരല്ല, സാധാരണപ്പെട്ട ആൾക്കാർക്ക് കൂടി, അതായത് ആ പ്രദേശങ്ങളിൽ അധിവസിക്കുന്ന ആളുകൾക്ക് അവിടുത്തെ നഗരസഭയുടെ പിതാവായിട്ട് അല്ലെങ്കിൽ നഗരസഭ അധ്യക്ഷനായിട്ട് വരാമെന്നുള്ള വ്യവസ്ഥയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ വിദ്യാഭ്യാസം, ആരോഗ്യം, പൊതുമരാമത്ത് പണിയൊക്കെ അറിയാമല്ലോ, നമ്മുടെ PWD വർക്കുകൾ, അതൊക്കെ എന്താണ് മുനിസിപ്പാലിറ്റിയുടെ റെസ്പോൺസിബിലിറ്റി ആണെന്ന് മുനിസിപ്പാലിറ്റി ഇങ്ങോട്ട് കൊടുക്കുകയാണ്. അങ്ങനെ മുനിസിപ്പാലിറ്റി വിദ്യാഭ്യാസ കാര്യങ്ങൾ, അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ തദ്ദേശ സ്വയംഭരണ ചാർജ് കൊടുത്തെന്ന് പറഞ്ഞു അല്ലെ. ആരോഗ്യം, ജലവിതരണം, പ്രധാനപ്പെട്ട വകുപ്പുകളൊക്കെ ഇപ്പൊ മുനിസിപ്പാലിറ്റി കൊടുക്കുകയാണെങ്കിൽ മുനിസിപ്പാലിറ്റിയെ ആരോഗ്യമുള്ള ഒരു മേഖലയാക്കി മാറ്റിയെടുത്തതായ റിപ്പൺ പ്രഭു എന്ന് പറയുന്ന ആളാണ് കേട്ടോ. പിന്നെ നഗരഭരണത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങൾക്ക് ഒരു കാലാവധിയും വെച്ചു. അതായത് നമ്മൾ എന്ന് പറയുന്ന കാലാവധി 5 വർഷമാണെങ്കിൽ അന്ന് 3 വർഷത്തെ കാലാവധിയിലാണ് ഇവിടെയുള്ള ആളുകളെ തിരഞ്ഞെടുത്തിരുന്നത് കേട്ടോ. വാർഡുകളിൽ നിന്നൊക്കെയാണ് തിരഞ്ഞെടുപ്പ് നടന്നിരുന്നത്. അതായത് ഒരു നികുതി റിപ്പണിവിടെ ചാർജ് എടുക്കാൻ വരുമ്പോൾ ഏകദേശം ഒരു 722ഓളം മുനിസിപ്പാലിറ്റികളായിരുന്നു ഉണ്ടായിരുന്നത്. അത് പതുക്കെ വർദ്ധിച്ചെന്താണ് ഒരുപാട് മുനിസിപ്പാലിറ്റി, 1000-ന് മുകളിലുള്ള മുനിസിപ്പാലിറ്റികളായിട്ട് വർദ്ധിച്ചു വരുന്നുണ്ട്. ഈ ബ്രിട്ടീഷുകാരുടെ ഏകദേശം ഒരു 1920 ശേഷമുള്ള ഒരു കാലഘട്ടം വരാണ് മുനിസിപ്പാലിറ്റികളുടെ എണ്ണമൊക്കെ പതുക്കെ വർദ്ധിച്ചു വരികയാണ്. എന്നാലും ജനസംഖ്യ ഏറ്റവും കൂടുതൽ തിങ്ങി 10 ഗ്രാമങ്ങളിൽ തന്നെയായിരുന്നു. നഗരങ്ങളിൽ ഉണ്ടായിരുന്ന അന്നത്തെ കാലത്തെ ജനസംഖ്യ 1920 വരെയുള്ള ഒരു ജനസംഖ്യ നമ്മൾ നോക്കിയാൽ 15% മാത്രമായിരുന്നു നഗരങ്ങളിൽ ഉണ്ടായിരുന്നത് എന്ന് പറയുന്നത് കേട്ടോ. ഇന്ത്യയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ പിതാവെന്നതിൽ അറിയപ്പെടുന്ന ആള് നമ്മൾ പറഞ്ഞ റിപ്പൺ പ്രഭു തന്നെയായിരുന്നു കേട്ടോ. മുഴുവൻ പേര് ജോർജ് ഫ്രെഡറിക് സാമുവൽ റോബിൻസൺ എന്നായിരുന്നു കേട്ടോ. ജോർജ് ഫ്രെഡറിക് സാമുവൽ റോബിൻസൺ, അതാണ് ആര്, നമ്മുടെ റിപ്പൺ പ്രഭുവിന്റെ പൂർണ്ണമായിട്ടുള്ള പേര് ജോർജ് ഫ്രെഡറിക് സാമുവൽ റോബിൻസൺ എന്നുള്ളതായിരുന്നു കേട്ടോ. പിന്നെ ചെംസ്ഫോർഡ് എന്ന് പറഞ്ഞൊരു ഭരണാധികാരിയുണ്ട്. ചെംസ്ഫോർഡ്, നമ്മൾ മൊണ്ടേഗു ചെംസ്ഫോർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭരണാധികാരിയെ കുറിച്ച് കേട്ടിട്ടല്ലേ, മൊണ്ടേഗു ചെംസ്ഫോർഡിലെ ചെംസ്ഫോർഡ്. ആ ചെംസ്ഫോർഡും അത്യാവശ്യം മികച്ച ഒരു ഭരണാധികാരിയായിരുന്നു. അദ്ദേഹത്തിന്റെ കാലത്ത് മുനിസിപ്പാലിറ്റികൾക്ക് കൂടുതൽ അധികാരങ്ങളൊക്കെ കൊടുത്തു എന്നാണ് പറയപ്പെടുന്നത്. പിന്നെ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അധികാരം വർദ്ധിപ്പിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത്. ഈ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് നമ്മൾ വിശേഷിപ്പിക്കുന്ന മറ്റൊരു പേരെന്താണ്, ബ്ലൂ പ്രിന്റ് എന്ന് വിശേഷിപ്പിക്കാറുണ്ട് അല്ലെ. അപ്പോൾ ഈ പറയുന്ന കൂടുതൽ അധികം ബ്രിട്ടീഷുകാരുടെ ആക്ട് ഏതെന്ന് ചോദിച്ചാൽ 1935 ആക്ട് ആണ് കേട്ടോ. അതുപോലെ 1938 മറ്റൊരു കാര്യം കൂടി, അത് പ്രവിശ്യകളിൽ ഭരണം ഇന്ത്യക്കാർക്ക് കൊടുക്കുകയാണ് ഉണ്ടായത്. അതായത് പ്രവിശ്യകളിൽ സർക്കാരുകൾ രൂപീകരിക്കുന്നത്, പ്രൊവിൻഷ്യൽ മന്ത്രിസഭകൾ രൂപീകരിക്കുന്നത് 1937. അതിനുശേഷം 38 മുതൽ ഈ പ്രവിശ്യകളിലുള്ള നഗരസഭകൾക്ക് കൂടുതൽ അധികാരമൊക്കെ കൊടുക്കുന്നു. അങ്ങനെ അധികാരം എന്ന് പറയുന്നത് കൂടുതൽ എന്താണ് ജനങ്ങളിലേക്ക് എത്തിച്ചേരുന്ന ഒരു ഘട്ടമായിട്ട് വന്നു. മാത്രമല്ല ഈ സമിതി, അതായത് ഇപ്പൊ ഇങ്ങനെ ഒരു ഇന്ത്യ ഗവൺമെന്റ് പ്രവിശ്യകളിൽ അധികാരത്തിൽ എത്തിക്കഴിയുമ്പോൾ അവർ എന്ത് ചെയ്യുന്നു, ആ നഗരഭരണത്തെ കുറിച്ച് പഠിക്കാനൊക്കെ ആയിട്ട് എന്ത് ചെയ്യുന്നു, ഓരോ കമ്മിറ്റികളേക്ക് വെക്കും. അങ്ങനെ വന്നൊരു കമ്മിറ്റിയായിരുന്നു AG ഖേർ എന്ന് പറഞ്ഞൊരു കമ്മിറ്റി വരികയാണ്. AG ഖേർ, അതായത് നഗരവൽക്കരണത്തെ കുറിച്ചും നഗരസഭകളെ കുറിച്ചും അവരുടെ പ്രവർത്തനങ്ങളെ കുറിച്ചും ഒക്കെ പഠിക്കാനായിട്ട് AG ഖേർ എന്ന് പറയുന്ന ഒരു സമിതി വരികയാണ്. അവര് ഒരു പഠനം നടത്തിയിട്ട് പറഞ്ഞു, പൊതുജനങ്ങൾക്ക് ജീവിക്കുന്ന ജനങ്ങൾക്ക് നഗരഭരണത്തിൽ എന്താണ് തൃപ്തിയില്ല എന്ന രീതിയിലുള്ള ഒരു റിപ്പോർട്ടാണ് കൊടുത്തത്. അങ്ങനെ അത് നഗരഭരണത്തിൽ വേണ്ടിയിട്ട് 15 ലക്ഷത്തിൽ കൂടുതൽ വാർഷിക വരുമാനമുള്ള മുനിസിപ്പാലിറ്റികളെ കോർപ്പറേഷനാക്കി മാറ്റാൻ തീരുമാനിച്ചു. മാത്രമല്ല 1.5 ലക്ഷത്തിലധികം ജനസംഖ്യ ഉണ്ടെങ്കിലും അതും കോർപ്പറേഷൻ. അങ്ങനെ 1939 1.5 ലക്ഷത്തിലധികം ജനസംഖ്യയുള്ളതും 15 ലക്ഷത്തിലധികം നഗരസഭകളെ മുനിസിപ്പാലിറ്റികളെ നഗരസഭയാക്കി മാറ്റാനായിട്ട് ഒരു തീരുമാനവും ഈ പറഞ്ഞ AG ഖേർ കമ്മിറ്റിയുടെ ശുപാർശയായിരുന്നു കേട്ടോ. പിന്നെ സ്വാതന്ത്ര്യാനന്തരമാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്നത് അല്ലെ. സ്വാതന്ത്ര്യാനന്തരമാണല്ലോ ഭരണഘടനയ്ക്ക് എഴുതി നിലവിൽ വന്നു. അപ്പൊ സ്വാതന്ത്ര്യാനന്തരം ഭരണഘടനയ്ക്ക് നിലവിൽ വന്നു കഴിഞ്ഞപ്പോൾ നഗരഭരണത്തെ കുറിച്ച് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പഞ്ചായത്തുകളെ നാമനിർദ്ദേശങ്ങളിലാണ് ഉൾപ്പെടുത്തിയിരുന്നത്. അതായത് ക്രിയേഷൻ ഓഫ് വില്ലേജ് പഞ്ചായത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ആർട്ടിക്കിൾ 40 അല്ലെ നമ്മൾ പറയുന്നത്, ക്രിയേഷൻ ഓഫ് വില്ലേജ് പഞ്ചായത്ത് ആർട്ടിക്കിൾ 40 മാർഗനിർദ്ദേശ തത്വങ്ങളിൽ ഉൾപ്പെടുത്തിയിരുന്നത്. അപ്പോ ഈ നഗരഭരണത്തെ കുറിച്ചൊന്നും വലിയ പരാമർശം ഒന്നും തന്നെ ഇല്ലായിരുന്നു കേട്ടോ.
എന്നാൽ സ്റ്റേറ്റ് ലിസ്റ്റിൽ ഇതിനെ ഒരു എൻട്രി ആയിട്ട്, ഒരു അഞ്ചാമത്തെ എൻട്രി ആയിട്ട് ഉൾപ്പെടുത്തി. അതായത് നമ്മൾ നോക്കുക, ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന സമയത്ത് നഗരഭരണത്തെക്കുറിച്ചും ഗ്രാമഭരണത്തെക്കുറിച്ചും വ്യക്തമായിട്ട് നിർവചനം ഇല്ലായിരുന്നു. ആകെക്കൂടി പറഞ്ഞിരുന്നത് ആർട്ടിക്കിൾ 40 പറഞ്ഞത് എന്താണ്? ഓർഗനൈസേഷൻ ഓഫ് വില്ലേജ് പഞ്ചായത്ത് ആർട്ടിക്കിൾ 40 പറഞ്ഞു. അപ്പൊ നഗരത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടേ ഇല്ല. അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ് ലിസ്റ്റിൽ ഒരു അഞ്ചാമത്തെ എൻട്രി ആയിട്ട് നമ്മൾ ഈ പറയുന്ന നഗരഭരണത്തെ ഉൾപ്പെടുത്തി എന്നാണ് പറയുന്നത്. എന്നാലും നഗരസഭ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് പ്രകാരമായി വലിയ ധാരണയോ കാഴ്ചപ്പാടോ ഒന്നും അന്നത്തെ ആളുകൾക്ക് ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നഗരഭരണ സംവിധാനം എന്ന് പറയുന്നത് വളരെ ദുർബലമായിട്ടുണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ നഗരഭരണം മെച്ചപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് തിരിച്ചറിഞ്ഞ് എന്ത് ചെയ്തു? ആളുകൾ പതുക്കെ പതുക്കെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങി. അതായത് കൃത്യമായ ഇടവേളകളിൽ എന്ത് ചെയ്യണം? നഗരഭരണം എന്ന് പറയുന്നത് നടപ്പിലാക്കണം എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഭരണ തുടർച്ച എന്ന് പറയുന്നത് എന്ത് ചെയ്യണം? കൊണ്ടുവരണം എന്ന് പറഞ്ഞു. തിരഞ്ഞെടുക്കുന്ന സമിതികളിൽ പട്ടികജാതി പട്ടികവർഗ ദുർബല വിഭാഗങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കണമെന്ന് പറഞ്ഞു. അല്ലെ? സംസ്ഥാന സർക്കാരുകളും നഗരസഭകളും നികുതി പിരിവ് നടത്തണം, അത് പങ്കുവയ്ക്കണം എന്ന നിർദ്ദേശം വരികയാണ്. വികസന പ്രവർത്തനങ്ങളുടെ ആസൂത്രണം താഴെത്തട്ടിലേക്ക് വ്യാപിക്കണമെന്ന് വരികയാണ്. അപ്പൊ അങ്ങനെ നഗരസഭകളുടെ പ്രവർത്തനം എപ്രകാരമായിരിക്കണം എന്നതിനെ കുറിച്ച് ഒരു വ്യക്തമായ മാർഗനിർദ്ദേശം തയ്യാറാക്കിക്കൊണ്ട് എന്ത് ചെയ്യുകയാണ്? 1992 74ാമത്തെ ഒരു ഭരണഘടനാ ഭേദഗതി വരികയാണ്. ഈ ഭരണഘടനാ ഭേദഗതിയാണ് അർബൻ ഗവേണൻസ് അല്ലെങ്കിൽ നഗരപാലിക നിയമം എന്ന രീതിയിൽ കുറച്ച് കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞിരുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ അർബൻ ഗവേണൻസ് എന്ന് പറഞ്ഞ ആ ഒരു മേഖല. അതായത് 1992 നഗരപാലിക ആക്ട് വരെയുള്ള കാര്യങ്ങളാണ് അർബൻ ഗവേണൻസിന്റെ ഇൻട്രൊഡക്ഷൻ ആയിട്ട് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ആ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ കടുത്ത കാര്യങ്ങളിലേക്കാണ് കടക്കാനായിട്ടുള്ളത്. അപ്പം അർബൻ ഗവേണൻസ് എന്താണെന്നും അർബനൈസേഷൻ എന്താണെന്നും അർബനൈസേഷന്റെ ഭാഗമായിട്ട് സിറ്റികൾ എങ്ങനെയാണ് ഉദയം ചെയ്തു വരുന്നതെന്നും ഓരോ കാലഘട്ടത്തിലും ഉദയം ചെയ്തു വരുന്ന സിറ്റികൾ, ആ സിറ്റികളുടെ രൂപീകരണത്തിന് കാരണമായ സംഭവ വികാസങ്ങൾ എന്താണ്, ആ സിറ്റികളുടെ പ്രത്യേകത എന്തായിരുന്നു, പൗരാണിക നഗരം എന്തായിരുന്നു, ആദ്യത്തെ അർബനൈസേഷൻ എന്തായിരുന്നു, സെക്കൻഡ് അർബനൈസേഷൻ എന്തായിരുന്നു, ഇപ്പൊ നമ്മൾ നിലവിൽ കാണുന്ന മോഡേൺ അർബനൈസേഷന് വേണ്ടിയിട്ട് പ്രവർത്തിച്ച വ്യക്തി ആരായിരുന്നു, ആ വക കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. കാരണം മാക്സിമം നമ്മൾ കുഴിച്ച് എടുത്തിരിക്കുകയാണ് അർബനൈസേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇൻട്രൊഡക്ഷന്റെ ക്ലാസ്സിൽ കേട്ടോ. ബാക്കി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നാലെ നമുക്ക് പഠിക്കാം. ഓക്കെ.